പപ്പ ഇത് നോക്കിയേ, അമേരിക്കയിൽ എവിടെയോ പറക്കുന്തളയോ കണ്ടുന്ന്. നോക്കൂ. കണ്ടെന്ന് പറയുന്നില്ലല്ലോ, തെളിവൊന്നുമില്ലല്ലോ. ഇടോ, തെളിവില്ലാത്ത ഒന്നും വിശ്വസിക്കരുത്. അത് ഏത് മഹാൻ പറഞ്ഞാലും ദിവ്യൻ പറഞ്ഞാലും. ഇത്തരത്തിലുള്ള എല്ലാ അബദ്ധധാരണകളെയും ഒളിച്ചെടുക്കാൻ നമ്മുടെ കോഴിക്കോട് ഒരു പരിപാടി വരുന്നുണ്ട്. ലിറ്റ്മസ് 2019. ഇതൊരു ചിന്താരീതിയുടെ പരിശീലനമാണ്, തെളിവുകളെ ആധാരമാക്കിയ ചിന്താരീതി. അതാണ് സയൻസിന്റെ സത്യാന്വേഷണ രീതി. അന്താരാഷ്ട്ര ശാസ്ത്ര സ്വതന്ത്ര ചിന്താ സെമിനാർ ഒക്ടോബർ 6 കോഴിക്കോട്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണേ. തെളിവുകൾ നയിക്കട്ടെ. ലെറ്റ് എവിഡൻസ് ലീഡ്. എസൻസ് ഗ്ലോബലിൻ്റെ വാർഷിക സമ്മേളനമായ ലിറ്റ്മസ് 2019 കോഴിക്കോട് സരോവരം പാർക്കിന് സമീപത്തുള്ള AC ഓഡിറ്റോറിയത്തിലാണ്, അതായത് സ്വപ്നനഗരിയിലാണ് എന്നുള്ള കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമല്ലോ. അതിൻ്റെ മുദ്രാവാക്യം തെളിവുകൾ നഴിക്കട്ടെ എന്നതാണ്. ലെറ്റ് എവിഡൻസ് ലീഡ് ദഇൽ അദില്ലത തഖൂദുന എന്നാണ് അതിന് അറബിൽ പറയുക. തെളിവുകൾ നഴിക്കട്ടെ എന്നാണ്. എന്താണ് തെളിവുകൾ? മനുഷ്യൻ്റെ നിത്യജീവിതത്തിൽ നമ്മളൊക്കെ എല്ലാവരും തെളിവുകളെയാണ് ആശ്രയിക്കുന്നത്. ഇപ്പം നമ്മുടെ കോടതി വ്യവഹാരങ്ങളിലൊക്കെ തെളിവുകളെയാണ് എല്ലാവരും ആശ്രയിക്കുന്നത്. തെളിവുകളില്ലാതെ നമ്മൾ ഒരു കാര്യവും ചെയ്യുന്നില്ല. അത് വിശ്വാസിയായാലും അവിശ്വാസിയായാലും എല്ലാവരും തെളിവുകളെയാണ് ആശ്രയിക്കുന്നത്. പക്ഷെ തെളിവുകൾ നഴിക്കട്ടെ എന്ന് ലിറ്റ്മസ് പ്രഖ്യാപിക്കുന്നത് ശാസ്ത്രാധിഷ്ഠിതമായ കാര്യങ്ങളെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിക്കാണണമെന്നുള്ളതാണ്. നമ്മൾ എന്തു കാര്യവും ഇപ്പോൾ മതസംബന്ധിയായതും മതാത്മകമായ കാര്യങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് ശാസ്ത്രീയ മനോഭാവം അല്ലെങ്കിൽ യുക്തിബോധം അവർ സ്വീകരിക്കാത്തതെന്ന് വെച്ചാൽ, ഈ നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്ന തെളിവ് ശാസ്ത്രമേഖലയിലേക്കും കൂടി കടത്തിവിട്ടാൽ നമുക്ക് നമ്മുടെ മതം അല്ലെങ്കിൽ മതാത്മകതയ്ക്ക് ഒരു തുറസ് വരും എന്നുള്ളതാണ്. മതം എന്നത് അല്ലെങ്കിൽ മതാത്മകത എന്നുള്ളത് നമ്മുടെ ശീലം കൊണ്ട് നമ്മൾ ചെയ്തു പോകുന്നതാണ്. അവിടം കൂടെയും തെളിവുകളെ ഉൾക്കൊള്ളിച്ചാൽ അല്ലെങ്കിൽ തെളിവുകളെ സ്വീകരിച്ചാൽ നമുക്കിടയിൽ ഒരേ ഒരു നിലപാടുകളായിത്തീരും എന്നുള്ളതാണ്. അതുകൊണ്ട് തെളിവുകൾ നഴിക്കട്ടെ എന്നുള്ളതാണ് ലിറ്റ്മസ് മുന്നോട്ട് വെക്കുന്ന മുദ്രാവാക്യം. ലിറ്റ്മസിൻ്റെ ഈ പ്രോഗ്രാം കഴിഞ്ഞ വർഷം നിരീക്ഷിച്ചവർക്കറിയാം, 10,000-3000 പേർ പങ്കെടുത്ത വലിയ ഒരു പരിപാടിയായിരുന്നു. കേരളത്തിലെ നല്ല മറ്റു യുക്തിവാദ സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനങ്ങൾക്ക് ഒരു മാതൃകാപരമായ സംഘാടനം കൊണ്ടും അതിൻ്റെ ഉള്ളടക്കം കൊണ്ടും വിഷയങ്ങളുടെ ഉള്ളടക്കം കൊണ്ടും ശ്രദ്ധേയമായിരുന്നു ലിറ്റ്മസ് 2018. ഈ പ്രാവശ്യം അത് തിരുവനന്തപുരത്താണെങ്കിൽ ഈ പ്രാവശ്യം കോഴിക്കോട് വച്ചുകൊണ്ടാണ്. ഇതിനോടകം തന്നെ 1000 ചില്ലാനം ആളുകൾ ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്തു കഴിഞ്ഞു. ഇത് മുന്നോട്ട് വെക്കുന്നത് ഇതിൻ്റെ ശാസ്ത്രീയ രീതി, നമ്മൾ യുക്തിചിന്ത ഇത്രയും കാലം യുക്തിവാദി സംഘടനകൾ അല്ലെങ്കിൽ സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനങ്ങളൊക്കെ ചെയ്തിരുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും അല്പം മാറി നമ്മുടെ നിത്യജീവിതത്തിലും ശാസ്ത്രീയത ഉൾക്കൊള്ളിക്കുക എന്നുള്ളതാണ്. ജനാധിപത്യബോധം, മാനവികത, അതോടൊപ്പം തന്നെ സംഘാടന രംഗത്ത് പണ്ട് കാലങ്ങളിലൊക്കെ യുക്തിവാദികളുടെ സമ്മേളനത്തിൽ പോയ പ്രസംഗിക്കുന്നവരുടെ എണ്ണം കൂടുതലും കേൾക്കുന്നവരുടെ എണ്ണം കുറവ്. ഒരാൾ തന്നെ 3-4 മണിക്കൂർ അങ്ങ് പ്രസംഗിക്കൽ തന്നെ, എന്നിട്ട് കേൾക്കുന്നവർ കുഴങ്ങാന്നല്ലാതെ ആദ്യം വരുന്ന ആൾ 3-4 മണിക്കൂർ അങ്ങ് പ്രസംഗിക്കും. പിന്നീടുള്ള അങ്ങനെ അന്യനോടുള്ള കരുതലില്ലാത്ത അവർ പഠിച്ച് മനസ്സിലാക്കി കൊണ്ടുവന്ന ഒന്നായിട്ട് അങ്ങ് വളമ്പലായിരുന്നു. ആ രീതി മാറ്റി ഇവിടെ 10-37 പേര് അവരവരുടെ മേഖലയിൽ കഴിവ് തെളിയിച്ച ഒരുപാട് പ്രഭാഷകർ, ഇന്ത്യക്കകത്തും പുറത്തുമുള്ള പ്രഭാഷകർ, അവർ പ്രഭാഷണം ചെയ്യുന്ന വിഷയമാവട്ടെ ശാസ്ത്രീയമായ രീതിയാണ്. 20-25 മിനിറ്റാണ്.
അവർ ആ വിഷയത്തിൽ 10-15 വർഷം പഠിക്കുകയും അതിൽ ഗവേഷണം നടത്തുകയും ചെയ്തിരുന്ന ആളുകൾ, അവർക്കാണ് അതിൽ 20 മിനിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് അത്രയും മിനിറ്റ് കൊണ്ട് അവർക്ക് വളരെ ലളിതമായി, വസ്തുനിഷ്ഠമായി, കൃത്യമായി പറയാൻ കഴിയും. കാര്യങ്ങളെ കൃത്യമല്ലാത്തത് കൊണ്ടാണ് നമുക്ക് കുറേ സമയം വേണമെന്ന് തോന്നേണ്ടി വരുന്നത്. മാത്രമല്ല, ഈ പ്രാവശ്യം ലിറ്റ്മസിന് പണ്ട് നമ്മുടെ സംഘടനകൾ എന്ന് വെച്ചാൽ യുക്തിവാദികളോട് യുക്തിവാദം പറയലാണ്. യുക്തിവാദികളുടെ മീറ്റിങ്ങിൽ യുക്തിവാദികൾ ഉണ്ടാകുന്ന യുക്തിവാദം പറയലാണ്. ഈ പ്രാവശ്യം അതല്ല. യുക്തിചിന്തയിൽ താല്പര്യമുള്ള എല്ലാ വിഭാഗത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മുടെ ഈ പ്രോഗ്രാം. യുക്തിവാദികൾ വന്നോണമെന്നല്ല, വിദ്യാർത്ഥികൾക്കും. നമ്മുടെ പൊതുവേ യുക്തിവാദ മീറ്റിങ്ങുകളിൽ വിദ്യാർത്ഥികളുടെ സാന്നിധ്യം കുറവ്, കുറേ വയസ്സായ ആളുകളാണ് ധാരാളം ഉണ്ടാവുക. ഈ പ്രാവശ്യം അത് മാറി വിദ്യാർത്ഥികൾക്ക് പ്രത്യേക രജിസ്ട്രേഷൻ സംവിധാനങ്ങളും ഒക്കെ ഒരുക്കിയിട്ടുണ്ട് അവിടെ. മാത്രമല്ല, സാധാരണ ഒരു ശാസ്ത്ര മേഖലയിൽ ഒരു കോൺഫറൻസ് നടക്കുമ്പോൾ എന്തെല്ലാം സംവിധാനം ഉണ്ടാകുമോ, അവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള സംവിധാനം, അവിടെ ചർച്ച ചെയ്യാനുള്ള സംവിധാനം, അവിടെ നമ്മുടെ ശരീരം ബോഡി ദാനം ചെയ്യണമെന്ന് താല്പര്യമുള്ള ആളുകൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ മരിച്ചാൽ എന്താ കാട്ടുക എന്നുള്ള ഓരോ മതവിഭാഗം ചോദിക്കുന്നത്. അതിന് ശാസ്ത്രീയമായ പരിഹാരം. 2, അവിടെ വെച്ചിട്ട് നമുക്ക് രോഗമായാൽ പെട്ടെന്ന് അവിടെ മെഡിക്കൽ ക്യാമ്പുകൾ, ഇങ്ങനെ ആധുനിക സംവിധാനത്തോടു കൂടിയുള്ള ഒരു പ്രോഗ്രാമാണ് ലിറ്റ്മസ് 2019 എന്നുള്ളത്. ഈ പ്രോഗ്രാമിൽ അതിൻ്റെ ഉള്ളടക്കത്തിൽ, അതിൻ്റെ വിഷയത്തിൻ്റെ ഉള്ളടക്കത്തിലും അതിൻ്റെ പെരുമ യുക്തിഭദ്രമാണ്, ശാസ്ത്രീയമാണ് എന്നത് നിങ്ങൾക്ക് നേരിട്ടറിയാം. വരൂ എന്ന് ക്ഷണിക്കുകയാണ്. അതുകൊണ്ട് ഞാനിതിൽ വന്ന കമൻറ്റുകളിലേക്ക് ശ്രദ്ധിക്കാം. ലിറ്റ്മസിൽ എൻ്റെ വിഷയം എന്താണെന്നുള്ളതാണ് ഒരു സുഹൃത്ത്. സയൻസും തത്വശാസ്ത്രവുമാണ് ഞാൻ അതിൽ കൈകാര്യം ചെയ്യുന്നത്. അതായത് ശാസ്ത്രം ഇത്ര പുരോഗമിച്ച കാലത്ത് തത്വശാസ്ത്രത്തിന് ഫിലോസഫിക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല എന്ന് പറയുന്ന ഒരു വിഭാഗവും, മതതത്വശാസ്ത്രം എന്ന് പറഞ്ഞ് മതത്തെയും മത ആചാര്യന്മാരെയും ഫിലോസഫർമാരായും തത്വശാസ്ത്രത്തിൻ്റെ പദാവലി ഉപയോഗിച്ച് മതത്തെയും വ്യവഹരിക്കുമ്പോൾ ഇത് രണ്ടിൻ്റെയും സമീകരിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അതിന് വേറിട്ടൊരു കാഴ്ചപ്പാടിൽ അവതരിപ്പിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ദർശനം, തത്വശാസ്ത്രം, സയൻസ്, ഇത് മൂന്നിനെയും എവിടെ വേർപിരിയുന്നു, എവിടെ ഇതെല്ലാം ഒന്നിച്ചു പോകും എന്നൊരു ചെറിയൊരു പ്രസൻറ്റേഷൻ, ഒരു തുടക്കമാണ്, ഒരു ചിന്തയുടെ ഒരു തുടക്കമാണ് ഇത്. 2, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ച ഏതെങ്കിലും കാര്യങ്ങൾ യുക്തിവാദത്തിന് ഉപകരിക്കാറുണ്ടോ? മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിച്ച ഏതെങ്കിലും കാര്യങ്ങൾ യുക്തിവാദത്തിന് ഉപകരിച്ചിട്ടുണ്ടോ? മതത്തിൻ്റെ യുക്തിവാദം നമ്മൾ അക്ഷരം പഠിച്ചത് യുക്തിവാദത്തിൽ വന്നതിൻ്റെ ശേഷമല്ല, അതിന് മുമ്പാണ്. അതൊക്കെ ഇപ്പോൾ വായിക്കാൻ കഴിയുന്നുണ്ട്. ഞാൻ മുമ്പ് അറബി പഠിച്ചിരുന്നു, ഇപ്പോൾ എനിക്ക് അറബി വായിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അറിവ് എന്നുള്ളത് ഇങ്ങനെ തുടർന്ന് വരുന്നൊരു വ്യവഹാരമല്ലേ, അത് ഉപകരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ മതം കൊണ്ട് കിട്ടിയ നേട്ടം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴും ഞാൻ മൂത്രയിച്ചാൽ മനോഹരിക്കാറുണ്ട്, അങ്ങനെയൊക്കെയുള്ള ഗുണം കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ ചിന്ത തുറക്കുക എന്നുള്ളതാണ്, ചിന്തയുടെ തുറസ്സിനെ സ്വാഗതം ചെയ്യുന്നു എന്നുള്ളതാണ് സ്വതന്ത്ര ചിന്ത. അതാണ് ലിറ്റ്മസ് മുന്നോട്ട് വെക്കുന്നത്. മതത്തിൽ നിന്ന് വെളിയിൽ വന്നപ്പോൾ എന്തു തോന്നി, ചുരുക്കി പറയാമോ? മതത്തിൻ്റെ ഉള്ളിൽ നിന്നുമ്പോൾ ഒരു അടഞ്ഞൊരു വ്യവസ്ഥയാണ് മതം. അതൊരു സമഗ്രമാണ്. അതിനുള്ളിലൊന്നും കൂട്ടാനും പറ്റൂല, കുറക്കാനും പറ്റൂല. പുറത്തു വരുമ്പോൾ നമുക്ക് സ്വതന്ത്രമായി, നിർഭയമായി കാര്യങ്ങൾ പറയാം, അതിനെ വിമർശിക്കാം, ഉൾക്കൊള്ളാം. നമ്മളെ തന്നെ അനുദിനം നവീകരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ശാസ്ത്രബോധം അല്ലെങ്കിൽ യുക്തിചിന്ത എന്നുള്ളത്. മുഹമ്മദ് നബി ആകാശത്തേക്ക് പോയത് ഏത് റോക്കറ്റിലാണ്? അത് അങ്ങേരോട് തന്നെ ചോദിക്കേണ്ടതാണ്. ബുറാഖ് എന്നൊരു റോക്കറ്റിലാണ് അത്രേ പോയത്. അപ്പോൾ മതത്തിനകത്ത് ശാസ്ത്രത്തിൻ്റെ ചിന്ത, അപ്പം നമുക്ക് എത്രയോ മതവിശ്വാസികൾ അവർ ശാസ്ത്രരംഗത്ത് പ്രവർത്തിക്കുന്നു, പക്ഷെ അവരുടെ ശാസ്ത്രബോധമോ അല്ലെങ്കിൽ യുക്തിചിന്തയോ അവർ മതത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നോക്കൂ, രാപ്പകലിൻ്റെ കാരണം എന്താണ്?
രാപ്പകലുണ്ടാകുന്നു എന്നുള്ളത് പറയുന്നത് സൂര്യൻ്റെ ഉദയവും അസ്തമയം കൊണ്ടാണെന്നാണ് ഖുർആനിൽ പറയുന്നത്. അത് തന്നെയാണ് പിന്നെ ആ കാലത്ത് ഒരു പക്ഷേ അത് ഉൾക്കൊള്ളാവുന്ന പറ്റുന്ന ജനങ്ങളുണ്ടായിരിക്കും. പക്ഷേ ഇന്ന് നമ്മൾ രാപ്പകൽ മാറ്റത്തിൻ്റെ കാരണം ഭൂമിയുടെ ചലനമോ അതോ സൂര്യൻ്റെ ചലനമോ എന്ന് ചോദിച്ചാൽ ആർക്ക് കുട്ടികൾക്ക് പോലും പറയാൻ കഴിയും സൂര്യൻ്റെ ചലനമല്ല ഭൂമിയുടെ ചലനമാണെന്നുള്ളത്. പക്ഷേ ഇതാണ് പറയുന്നത്. അപ്പോൾ കാലോചിതമായി പരിഷ്കരണം നടക്കുന്നതെങ്കിൽ മതത്തിന് സാധ്യമല്ല, മാറിയാൽ അത് മതമല്ലാണ്ടായിത്തീരും. അതാണ് ഗ്രീക്ക് തത്വശാസ്ത്രത്തിൻ്റെ സ്വാധീനത്തിൽ ഇസ്ലാമിലുണ്ടായ മുഅ്തസില എന്ന സ്വതന്ത്ര ചിന്താധാരയെക്കുറിച്ച് അല്പം വിശദീകരിക്കാമോ? ഇങ്ങനത്തെ വലിയ ചോദ്യമൊന്നും ചോദിക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ മുഅ്തസില, ജബരിയ, ജഹ്മിയ, അങ്ങനെ ഒരുപാട് ചിന്താപ്രസ്ഥാനങ്ങളുണ്ട്. അവർ പറയുന്നത് അവർ ഗ്രീക്കിൻ്റെ ചിന്ത ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാൻ ചെയ്യുന്നത്. അവരെ ചോദ്യം ഇതാണ്, ഇപ്പോൾ നമ്മളൊക്കെ സൃഷ്ടിക്കുന്നതിന് മുൻപേ ദൈവം നമ്മുടെ ഓരോ കാര്യം തീരുമാനിച്ചിട്ടുണ്ട്. ആദ്യം ദൈവം സൃഷ്ടിച്ചത് പേനയാണ്, കലമാണ് സൃഷ്ടിച്ചത്. ആ പേനയോട് പറഞ്ഞു, നീ ഭൂമിയിൽ സൃഷ്ടിക്കാൻ പോകുന്ന എല്ലാ വസ്തുക്കളെയും പറ്റി എഴുതാൻ പറഞ്ഞു. എല്ലാം എഴുതി, അത് രേഖയിൽ സൂക്ഷിച്ചു. അത് ദൈവത്തിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ്, ദൈവത്തിൻ്റെ അറിവോടു കൂടിയാണ്. എല്ലാം ദൈവം തീരുമാനിച്ചതേ നടക്കൂ എന്നു വന്നാൽ പിന്നെ നമ്മൾ എന്തൊക്കെ ചെയ്യും? നമ്മളെന്തിനാണ് നമസ്കരിക്കണത്, എന്തിനാണ് നോമ്പ് വെക്കണത്? ഒക്കെ ദൈവം തീരുമാനിച്ചതാണല്ലോ. അങ്ങനെയുള്ള ഒരാൾക്ക് എങ്ങനെ സ്വർഗം കിട്ടുക, എങ്ങനെ നരകം കിട്ടുക? ഈ കാര്യങ്ങളൊക്കെ ചോദ്യം ഉന്നയിച്ചുകൊണ്ടാണ്, മതത്തിൻ്റെ ഉള്ളിൽ ചോദ്യങ്ങളെ ചോദിച്ചുകൊണ്ടാണ് ഈ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വരുന്നത്. അവരെന്താ പറഞ്ഞു വെച്ചാൽ, നന്മയും തിന്മയും ദൈവത്തിൽ നിന്നുള്ളതാണെങ്കിൽ തിന്മയും ദൈവം സൃഷ്ടിക്കുന്നു, ഇബ്ലീസിനെയും ദൈവം സൃഷ്ടിക്കുന്നു, അതിന് നരകവും കൊടുക്കുന്നു. ഇതെന്തൊരു നീതിയാണ്! അതുകൊണ്ടാണ് മുഅ്തസിലയ്ക്ക് പേര് അഹ്ലുൽ അദ്ലി വത്തൗഹീദ് എന്നാണ് അതിന് പേര്. ഏതായാലും അതിനെ നമുക്ക് ചുരുക്കി പിന്നീട് പറയാം. ഫിലോസഫി മരിച്ചു എന്നല്ലേ സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞത്? അതെന്തുകൊണ്ടായിരിക്കും? അങ്ങനൊരു നിരീക്ഷണമുണ്ട്, നമുക്കത് ചർച്ച ചെയ്യണം. ഫിലോസഫി മരിച്ചാലും സയൻസിന് ശാസ്ത്രാധിഷ്ഠിത ഫിലോസഫി ആവശ്യമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ കുറച്ചും കൂടി നിരീക്ഷിച്ചാൽ കിട്ടുക. ഹോക്കിങ്ങിൻ്റെ അഭിപ്രായം നമ്മൾ സ്വീകരിക്കാം. അത് മാത്രമാണ് അവസാനത്തെ ശരിയെന്ന് ശാസ്ത്രത്തിൽ അങ്ങനെ ഒരു പിടിവാശി ഇല്ലല്ലോ. ഒരു തീർപ്പ് കൽപ്പിക്കുകയോ അവസാനത്തെ ഒരു വാക്കായിട്ട് ഒരു ആചാര്യനോ അല്ലെങ്കിൽ ഒരാളുടെ വാക്കോ സ്വീകരിക്കേണ്ടതില്ല. അദ്ദേഹം പറഞ്ഞതിനെ നമുക്ക് വിമർശനാത്മകമായി നോക്കിക്കാണാം. യുക്തിചിന്തയിലേക്ക് വരാൻ ആദ്യമായിട്ട് പ്രചോദനം കിട്ടിയതെങ്ങനെ? ചിന്തിക്കുക എന്നുള്ളത് തന്നെയാണ്. സോറി, ഇതിൻ്റെ ലിങ്ക് പോയതാ. പിന്നെ ഫിലോസഫിയെക്കുറിച്ചിട്ട് കൂടുതൽ ഞാൻ ആ സമയത്ത് പറയാം. ആ സമയത്ത് പറയുമ്പോൾ ഇതന്നെയാണ് ഫിലോസഫിയെക്കുറിച്ച് മതകാഴ്ചപ്പാടിൽ ഇപ്പോൾ കുറേ ആളുകൾ എന്താണെന്ന് വെച്ചാൽ ഫാറാബി, പിന്നെ ജക്കരിയ അർ-റാസി, ഇബ്നു സീന, പിന്നെ അതുപോലുള്ള കുറേ ആളുകളെ അതൊക്കെ മുസ്ലിം സയൻറ്റിസ്റ്റുകളായും മുസ്ലിം ഫിലോസഫർമാരുമായിട്ട് അവതരിപ്പിക്കുന്നു. അങ്ങനെ തോമസ് അക്വിനാസിനെ പോലുള്ള കുറേ ക്രൈസ്തവ പണ്ഡിതന്മാരെയും ക്രൈസ്തവ മതത്തിൻ്റെ ആചാര്യന്മാരായി കാണുന്നു. ഈ മതത്തിൻ്റെ ഉള്ളിൽ ഒരേ സമയം ഫിലോസഫിയും മതദർശനം കൂടി ഒന്നിച്ചു പോകുമോ എന്ന് നമുക്ക് ആലോചിക്കേണ്ടതുണ്ട്. ഒരാൾ മതം ഉപേക്ഷിച്ചാൽ മതനേതാക്കളുടെയും മത അനുഭാവികളുടെയും നിരന്തര വിമർശനങ്ങൾക്ക് എങ്ങനെ ഒരു സാധാരണക്കാരൻ നേരിടും? എല്ലാം നമ്മൾ നിത്യജീവിതത്തിൽ യുക്തി ഉപയോഗിക്കുക എന്നുള്ളതാണ്. മതക്കാർക്ക് അന്യമതക്കാരെയും അന്യവിശ്വാസങ്ങളെയും വിമർശിക്കാൻ അവർ യുക്തിയാണല്ലോ ഉപയോഗിക്കുന്നത്. ആ യുക്തി അവരവരെ മതത്തിനോടും കൂടി നേരിട്ടാൽ മതി. അതാ സാധാരണക്കാരൻ ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരു മുസ്ലിം ഹിന്ദു മതത്തെയും ക്രിസ്തു മതത്തെയും ഒക്കെ വിമർശിക്കുകയല്ലേ, ആ വിമർശനം തൻ്റെ മതത്തിൻ്റെ നേരെയും കൂടി ഉന്നയിക്കണം. ആരാൻ്റെ മതം വിമർശിക്കാൻ യുക്തി ഉപയോഗിക്കാമെങ്കിൽ തൻ്റെ മതത്തിന് യുക്തി ഉപയോഗിക്കണമെന്നേ ഉള്ളൂ. എൻ്റെ കാഴ്ചപ്പാടിൽ മുസ്ലിങ്ങൾക്ക് മതം വിട്ടുവരാൻ മറ്റുള്ള മതക്കാരേക്കാൾ ബുദ്ധിമുട്ട് ഉണ്ടോ എന്നാണ്. എല്ലാ മതത്തിൽ നിന്നും മതക്കാർക്കും അവരുടെ മതം വിട്ട് പുറത്തു വരാൻ വിഷമം തന്നെയാണ്. പക്ഷേ ഇതൊരു കേഡർ സെറ്റപ്പുള്ള ഒരു മതമായതുകൊണ്ട്
ഇത് പെട്ടെന്ന് പോകാൻ പറ്റില്ല. മറ്റേതൊക്കെ ഒരു സാധാരണ ഞാൻ പറയുന്നത് വെച്ചാൽ അത് ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങും പോലെയാണ്, ഇത് ഒരു സെൻട്രൽ ജയിലിൽ നിന്ന് പോരും പോലെയാണ്. അതിന് അതിൻ്റെതായ പ്രയാസമുണ്ട്. അത് ആ മതം അങ്ങനെ ആയതുകൊണ്ടാണ്. പിന്നെ സയൻസ് കണ്ടെത്തുന്ന പുതിയ അറിവുകൾ പൗരാണിക ഗ്രന്ഥങ്ങളിൽ ഉണ്ടെന്ന മതനേതാക്കളുടെ അവകാശവാദങ്ങൾ പുതുതലമുറയെ വഴിതെറ്റിക്കുന്നതല്ലേ? ഇതിനെ എങ്ങനെ പ്രതിരോധിക്കണമെന്ന് താങ്കൾ കരുതുന്നത്? അല്ല, ഇതിനെന്താണെന്ന് വെച്ചാൽ മതഗ്രന്ഥത്തിൽ ഒന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ, ഉണ്ടോ, അതെങ്ങനെയുണ്ട്? അവരെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഡയലോഗുകൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ സൂര്യൻ്റെ കറക്കം, ഇപ്പോൾ നോക്കൂ, സൂര്യന് പലതരം ചലനമുണ്ട്. അതാണ് ഖുർആനിൽ പറഞ്ഞ ചലനം. അതെന്താണ്? വർഷം സുതജിരി ലി മുസ്തഖ് എങ്ങനെ പറയുമ്പോൾ അങ്ങനെ ഉണ്ടോ? അല്ലെങ്കിൽ അതതിൻ്റെ ഭ്രമണപഥത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് സൂറത്ത് യാസീനിൽ പറയുമ്പോൾ അങ്ങനെ ഉണ്ടോ? അവരോട് തന്നെ ചോദിക്കുക, ഈ മുഹമ്മദ് നബിക്ക് ഖുർആൻ വന്നപ്പോൾ മുഹമ്മദ് നബിയുടെ അനുജന്മാർ എന്താ അത് മനസ്സിലാക്കിയത്? ആ കാലത്ത് മുഹമ്മദ് നബി എന്തെങ്കിലും വിശദീകരണം കൊടുത്തിട്ടുണ്ടോ? അബൂദറിനോട് നബി ചോദിക്കണം എന്താ അറിയോ? ഇത് സൂര്യൻ അസ്തമിക്കാൻ നേരത്ത്, യാ അബാദർ, ഈ സൂര്യൻ എവിടേക്കാ പോകണമെന്ന് നിനക്കറിയോ? അള്ളാഹു ആലം റസൂലു, എനിക്കറിയില്ല എന്നയാൾ പറഞ്ഞു. അപ്പോൾ പറഞ്ഞെന്താ അറിയോ? ഇത് അർഷിൻ്റെ ചുവട്ടിൽ സുജൂദ് ചെയ്യാൻ പോവാണ്. അള്ളാഹുവിൻ്റെ അനുമതി കിട്ടിയാൽ അതവിടെ നിന്ന് ഇത് ഇങ്ങോട്ട് വന്നിട്ട് ഉദിക്കും. അപ്പോൾ ഉദയവും അസ്തമയവും ഇങ്ങനെയാണ്. എന്നിട്ട് ഫദാലിക്ക, അതാണ് ഈ ആയത്തിൻ്റെ താല്പര്യം എന്നാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിലുള്ളത്. അത് അവരെ ബോധ്യപ്പെടുത്താൻ മതി. മതത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ അതിൻ്റെ മതത്തിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ പറയാൻ പറ്റും. അങ്ങനെ അവരെ ചിന്തിപ്പിക്കാൻ പറ്റും. ലോകാവസാനത്തിനു ശേഷമല്ലേ നരകത്തിലേക്കും സ്വർഗത്തിലേക്കും ആളുകളെ അയക്കുകയുള്ളൂ. അപ്പോൾ നബി സ്വർഗയാത്രക്കിടയിൽ കണ്ട നരക കാഴ്ചയിലെ സ്ത്രീകൾ എങ്ങനെയാണ് അവിടെ എത്തിയത്? സ്വർഗം, ഇതൊക്കെ ഒരു മതസംബന്ധിയായ വിശ്വാസമുള്ളവർക്ക് ഇതൊക്കെ പ്രസക്തമുള്ളൂ ഈ കാര്യമൊക്കെ. സ്വർഗം നരകം എന്നത് ഖുർആൻ്റെ കാഴ്ചപ്പാടിൽ മുമ്പേ ഒരുക്കി വെക്കപ്പെട്ടൊരു സംഗതിയാണ്. ഉഇദ്ദത്ത് ലിൽ കാഫിരീൻ ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ എന്ന് ഖുർആനിലുണ്ട്. പക്ഷേ ഇവിടെ ഒരു യുക്തി ഇവർ ചോദിക്കുകയാണ്. അത് ജഹ്മിയാക്കൾ ചോദിക്കുന്ന ചോദ്യം എന്താ വെച്ചാൽ, സ്വർഗവും നരകവും നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ പഠിച്ചാൽ പോരെ? ഖിയാമത്ത് നാളിൽ വിചാരണ കഴിഞ്ഞ് എത്രയോ കഴിഞ്ഞിട്ടാണ് സ്വർഗത്തിലേക്കും മറ്റുള്ളവരെ അവിശ്വാസികളെ നരകത്തിലേക്കും ആക്കുന്നത്. അപ്പോൾ അള്ളാഹ്ക്ക് വിചാരിച്ചാൽ കുൻ എന്ന് പറയുമ്പോഴൊക്കെ ഫയക്കൂൻ അത് ഉണ്ടാകുകയാണ്. പിന്നെ എന്തിനാ ഇപ്പോഴേ അത് പടച്ചു വെക്കണമെന്നുള്ളതാണ്. അപ്പോൾ മാത്രമല്ല, ആകാശഭൂമിൻ്റെ വലിപ്പമൊക്കെയാണ് അതിനെപ്പറ്റി പറയണത്. ഇപ്പോഴും ആകാശഭൂമി ഇവിടെ ഉണ്ടല്ലോ. അങ്ങനെ ചില ആളുകൾ അതിനെ ഗണ്ണിച്ചിട്ടുണ്ട്. പക്ഷെ ഖുർആനിൽ ഇങ്ങനെയും കാണുന്നുണ്ട്. താങ്കൾ മതവിമർശനം നിർത്തി മുസ്ലിമായി എന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ എവിടുന്നാ കേട്ടെന്നറിയില്ല. ഞാൻ ഇപ്പോഴും പോലും പറയുന്നത് മതവിമർശനമല്ലേ. മാത്രമല്ല, നമ്മൾ ഇതിൻ്റെ ഒരു നിലപാടുണ്ട്. എന്താണെന്ന് വെച്ചാൽ, മതവിഭാഗത്തെ, അത് ഏത് മതവിഭാഗത്തെയും നമ്മൾ ശത്രുപക്ഷത്ത് നിർത്തിയിട്ട് ഞാൻ വിമർശിക്കാറില്ല. അവർ ഗുണകാംക്ഷയിൽ അവരെ കാണുന്നു. അവർ നമ്മുടെ സുഹൃത്തുക്കളാണ്, പ്രത്യേകിച്ച് നമ്മുടെ മക്കളാണ്, നമ്മുടെ ബന്ധുക്കളാണ്, അയൽവാസികളാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. നമ്മൾ ഇത്രയും കാലം മതത്തിലായിരുന്നു. ആ ഒരു ഗുണകാംക്ഷയിൽ നമുക്ക് കിട്ടിയ ഈ തെളിച്ചം, ഈ ചിന്ത നമ്മുടെ സുഹൃത്തുക്കൾക്കും കിട്ടണം എന്ന ഗുണകാംക്ഷയിൽ പറയണം. അവരെ പരിഹസിച്ചുകൊണ്ടും അവരെ തരം താഴ്ത്തിക്കൊണ്ടും അവരെ പുച്ഛിച്ചും കൊണ്ടൊന്നും സംസാരിക്കുന്നത് ഒരു സ്വതന്ത്ര ചിന്തയല്ല. സ്വതന്ത്ര ചിന്തകർ ചില ആളുകൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ, അവർക്ക് മതത്തിൽ നിന്ന് കിട്ടിയ വൈകാരികത മതം വിട്ടപ്പോൾ ആ വൈകാരികത കൈവിടുന്നില്ല എന്നുള്ളൂ. രണ്ടോടത്ത് യുക്തിയുക്തമായി കാര്യം പറയാൻ, യുക്തിയുക്തമായി ഖണ്ഡിക്കാൻ എന്തിനാണ് നമ്മൾ വൈകാരികമാകേണ്ട കാര്യം? അപ്പം നമ്മൾ പറയേണ്ട കാര്യം തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ പറയാം. അതാണ് ലിറ്റ്മസ് പറയണത്, തെളിവുകൾ നയിക്കട്ടെ. എന്താ തെളിവ്? നമ്മളെ സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ തെളിവ് വെച്ച് സംസാരിക്കുമ്പോൾ, യുക്തിയുക്തമായി പറയുമ്പോൾ നമ്മൾ ദേഷ്യം പിടിക്കേണ്ട, പരിഹസിക്കേണ്ട കാര്യമില്ല. ഏതായാലും കൂടുതൽ അറിയാൻ നിങ്ങൾ സ്വപ്നനഗരിയിലേക്ക് വരി. അടുത്ത്, ഇസ്ലാം കുട്ടികളെ അനിയന്ത്രിതമായി സൃഷ്ടിക്കണമെന്ന് ഒരു മതപുരോഹിതൻ പ്രസംഗിക്കുന്നത് കേട്ടു. അത് നാട്ടിന് നല്ലതാണോ? അനാഥത്വം ഇസ്ലാമിൽ കൂടുന്നത് ഈ നയം കൊണ്ടല്ലേ? അല്ല, നമ്മൾ അങ്ങനെ കുട്ടികളോട് ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ അറിവും നമ്മുടെ ചിന്തയും ഒക്കെ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ നിലപാടും നമ്മുടെ സംസ്കാരമൊക്കെ മാറിക്കൊണ്ടിരിക്കും.
ഒരു മതവിശ്വാസികളല്ലാത്തവർ പോലും ഒരു കാലത്ത് കുട്ടികളെ ശാസിച്ചിരുന്നു, തല്ലിയിരുന്നു, വഴക്ക് പറഞ്ഞിരുന്നൊക്കെ. ഇന്ന് നമ്മൾ കുട്ടീനെ നമ്മൾ തുറിച്ചു നോക്കുന്നത് പോലും തെറ്റാന്നുള്ള ബോധം നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഉയർന്ന ഈ മസ്തിഷ്കവും ഉയർന്ന ശാസ്ത്രബോധവുമാണ്. അതൊരു മതവിശ്വാസത്തിൻ്റെ മാത്രം കുറ്റമല്ല, ആ ഒരു കാലഘട്ടത്തിൻ്റെ സംസ്കാരം നമ്മളിൽ എല്ലാവരിലും ഉണ്ടാവും. പക്ഷെ ഇന്ന് നമുക്ക് നമ്മുടെ കുട്ടീനെ മാത്രമല്ല, സ്വന്തം കുട്ടിയെ തുറിച്ചു നോക്കുക എന്നല്ല, അവനെ ശാസിക്കുകയോ അവനെ കരയിപ്പിക്കുകയോ ചെയ്താൽ നമ്മളെ പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. അപ്പം കുട്ടിക്കും വ്യക്തിബോധമുണ്ട്, അവനക്കും അവകാശങ്ങളുണ്ട് എന്നുള്ള തിരിച്ചറിവ് ഇന്നത്തെ മാനവിക ബോധം നമുക്കുണ്ടാക്കി തന്നതാണ്. അത് ഈ ഉയർന്ന ശാസ്ത്രബോധം കൊണ്ടുണ്ടായതാണ്. അത് നമുക്കെല്ലാവർക്കും വേണം. അത് മതക്കാർക്കും ഉണ്ടാക്കാൻ നോക്കണം, മതമില്ലാത്തവർക്കും. ഈ മതം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ചട്ടക്കൂട് നിൽക്കുന്നവരാ. മതസ്വഭാവം സ്വീകരിക്കുന്നതിനും അതിന് നമ്മൾ മതാത്മകത എന്ന് പറയാം. ഇപ്പോൾ മുസ്ലിങ്ങളെക്കാൾ കൂടുതലായി ഹൈന്ദവർ മതത്തിലേക്ക് പോവുകയല്ലേ? എന്തായിരിക്കും കാരണം? പ്രത്യേകിച്ച് സമ്പൂർണ്ണ ഇസ്ലാമിക രാജ്യമായി സൗദി പോലും ഇസ്ലാം ഉപേക്ഷിക്കുന്നു. ഇസ്ലാം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ എല്ലാ മതം ഉപേക്ഷിക്കേണ്ടി വരുന്നത് മനുഷ്യൻ്റെ പുരോഗതിക്കനുസരിച്ച് നിയമങ്ങൾ പുരോഗമിക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് കാലഹരണപ്പെട്ടു പോകും. അങ്ങനെയാണ് മതം ഇല്ലാണ്ടായി വരുന്നത്. നമ്മുടെ നിത്യജീവിതത്തിൽ മതം ഒരു ഭാരമായി വരുന്നതുകൊണ്ടാണ്. മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മാറാത്ത നിയമമാണ് നമ്മുടെ കയ്യിലെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇന്നിപ്പോൾ നമുക്ക് ഗൾഫിൽ പോകണമെങ്കിൽ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നടക്കുമോ? പറ്റൂല. ഗൾഫിൽ നിന്ന് മാത്രമല്ല, സ്പോർട്സ്, പിന്നെ സിനിമശാല ഒക്കെ സൗദി അറേബ്യയിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ആ സമൂഹത്തെ നമ്മൾ അങ്ങനെ ഒരു അടച്ചിട്ട റൂമിൽ നിർത്താൻ കഴിയില്ല. അപ്പോൾ അവർക്ക് നമ്മളൊന്നും സിനിമ കാണണ്ടെന്ന് പറഞ്ഞിട്ടല്ല, അവർക്ക് മൊബൈലിൽ കാണാൻ പറ്റും, എല്ലാം ചെയ്യാൻ പറ്റുമല്ലോ. അപ്പം നിയമങ്ങൾ നമുക്ക് തടസ്സമായി വരുമ്പോൾ ഒരു തുറസിലേക്ക് നമ്മൾ പോകും. അത് മതത്തിനായാലും എന്തിനായാലും ആളുകൾ സ്വാതന്ത്ര്യമല്ലേ ഇഷ്ടപ്പെടുന്നത്. IS ഇസ്ലാം അല്ല എന്ന് ചിലർ പറഞ്ഞു നടക്കാറുണ്ടല്ലോ. നല്ല കാര്യം. IS ഇസ്ലാം അല്ലെങ്കിൽ നമ്മളത് ഇസ്ലാമാണെന്ന് പറഞ്ഞു നടക്കേണ്ട, നമ്മളും പറയേണ്ട കാര്യമില്ല. പക്ഷെ അവരുണ്ടാക്കുന്നത് മുസ്ലിങ്ങൾ എന്ന പേരിൽ അവർ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറയുകയും അവർ ആ വാദങ്ങൾ ഉദ്ധരിക്കുകയും എന്നിട്ട് രാജ്യത്ത് വിഷമുണ്ടാക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ISൻ്റെ ആളുകൾ, പിന്നെ പല ഭീകരവാദ സംഘടനയ്ക്കും പോയ ആളുകൾ മുസ്ലിങ്ങളായിരുന്നു. അവർ ഇസ്ലാമല്ല എന്ന് അവർ പറയണ്ടേ പോണ ആളുകൾ? ചോദ്യം തന്നെ തെറ്റാണ്. അനക്ക് മരിക്കണ്ടേ എന്ന് ഇസ്ലാമിസ്റ്റുകൾ പറയുമ്പോൾ അയ്യൂബിന് തോന്നുന്നത് എന്താണെന്ന്? എല്ലാ ജീവജാലങ്ങളും മരിക്കും. എന്തപ്പം മനുഷ്യൻ മാത്രമേ മരിക്കുന്നുള്ളൂ? എന്തപ്പം നമ്മുടെ മരണത്തിന് മാത്രം ഒരു പ്രത്യേകത? ഇവിടെയുള്ള എല്ലാ ജീവജാലങ്ങളും മരിക്കുന്നില്ലേ? മതമുള്ളവരും മരിക്കുന്നില്ലേ? ഇനി മതം ഇല്ലാത്തവരത് കൂടി മതമുള്ളവരും മരിക്കണ്ടേ? മരിച്ചു പോയിട്ട് എന്ത് എന്നുള്ള മതക്കാർക്കും അറിയില്ലല്ലോ. പിന്നെ അടുത്ത്, താങ്കളെ ഖുർആനെ ചോദ്യം ചെയ്യാനും സംശയിക്കാനും പ്രേരിപ്പിച്ച ആയത്തുകൾ. ധാരാളം ആയത്തുകൾ. ഖുർആൻ തല മുതൽ അവസാനം വരെ വായിച്ചാൽ നമ്മൾക്ക് വിശ്വസിച്ച് വായിക്കുകയും വിശ്വാസമില്ലാതെ വായിക്കുകയും ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം വരും. ആദ്യം നമ്മൾ കണ്ണിരിതൊന്നും പെടൂല. ലേശം മനസ്സിനുള്ളൊരു ചിന്ത കടന്നു പോയാൽ പിന്നെ വായിക്കുമ്പോൾ നമ്മൾക്കൊക്കെ ഓരോന്നോരോന്നോരോന്ന് തോന്നിക്കൊണ്ടിരിക്കും. അത് എണ്ണി പറയാൻ കഴിയില്ലപ്പോൾ. ഖുർആനിൽ യുക്തിവാദികളെക്കുറിച്ച് പറയുന്നുണ്ടോ? യുക്തിവാദി എന്നുള്ളൊരു പദമൊന്നുമില്ല, പക്ഷെ എങ്ങനെയൊക്കെ ഉണ്ട് ചോദ്യം. അങ്ങനെ കാലവാദികൾ പറയുന്നുണ്ട്, നമ്മുടെ ഈ ലോകത്ത് ജീവിതം ഒരു നിരർത്ഥകം മാത്രമാണ്, മാറ്റം മാത്രം. പിന്നെ കത്തിച്ചാൽ ചാമ്പലാവും. ഈ പ്രപഞ്ചത്തിന് മാറ്റം മാത്രമാണുള്ളത്. പ്രപഞ്ചത്തിന് ഒരു തുടക്കമല്ല ഒടുക്കമല്ല, ഈ മാറ്റം മാത്രമാണെന്ന് ദഹിരികളെ വാദമായി ഖുർആൻ പറയുന്നുണ്ട്. പിന്നെ ഖുർആൻ അന്നത്തെ സ്വതന്ത്ര ചിന്തകർ ചോദിക്കുന്ന ചോദ്യം എന്താ അറിയോ? ഈ ഖുർആൻ ഇങ്ങനെ മുഹമ്മദ് വായിച്ച് പറഞ്ഞു തരുമ്പോൾ അത് അസാത്തിറുൽ അവ്വലിൻ, ഇതൊരു കെട്ടുകഥയാണെന്ന് തോന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞതൊക്കെ ഖുർആനിലുണ്ട്. എന്തുകൊണ്ട് പ്രവാചകന്മാർ മാത്രം എന്തെങ്കിലും പ്രവാചകിമാർ ഉണ്ടോ? പ്രവാചകന്മാരെ കൂട്ടത്തിൽ സ്ത്രീകളുണ്ടോ എന്നുള്ളതാണ്. അത് എന്ന് വെച്ചാൽ പുരുഷ മേധാവിത്വമാണ്. പ്രവാചകൻ എന്നല്ല, ഒരു മുഫസ്സിറോ ഒരു മുഹദ്ദിസോ അധികവും ആ പുരുഷന്മാർ വന്നത് അന്ന് നമ്മുടെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലൊക്കെ സ്ത്രീ എന്ന് പറയുന്നത് ഒരു അടിമ പോലെയാണ്. അതുകൊണ്ട് സ്ത്രീകൾക്ക് സാന്നിധ്യം ഇല്ലാതായി വന്നു.
ദൈവത്തിൻ്റെ ഇപ്പോൾ ദൈവത്തിന് നമ്മൾ പറയുന്ന വാക്കുകളൊക്കെ അവൻ ഏകനാണ്, അവൻ കാരുണ്യവാനാണ്, അവൻ എങ്ങനെ ദൈവത്തിനെയും പോലും പുരുഷനായിട്ടല്ലേ പറയുന്നത്. അപ്പോൾ അത് ആ കാലത്തെ പുരുഷ മേധാവിത്വത്തിൻ്റെ ഒരു സ്വഭാവമാണ്. താങ്കൾക്ക് കിട്ടിയ വെളിച്ചം ഏതാണ്? നമുക്ക് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ വലിയൊരു അറിവുള്ള ഒരാളൊന്നുമല്ല, പക്ഷെ നമുക്ക് ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതായത് ശാസ്ത്രവും ശാസ്ത്രബോധവും വ്യത്യാസമുണ്ട്. കുറേ ആളുകൾക്ക് ശാസ്ത്രത്തിൻ്റെ അറിവുണ്ടായിരിക്കും, പക്ഷെ ശാസ്ത്രബോധം വേണമല്ലോ. ആ ബോധം ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾ അനുദിനം നമ്മളെ വിമർശനാത്മകമായി നോക്കിക്കാണുക. കാര്യങ്ങൾ പറയുന്നിടത്തും ചെയ്യുന്നിടത്തും യുക്തിബോധം സൂക്ഷിക്കുക. ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുറേ കാര്യങ്ങൾ ഇങ്ങനെ ശീലിച്ച് വരുന്നതുകൊണ്ടാണ് ഈ ചെയ്തുകൊണ്ട് പോകുന്നത്. അതിന് യുക്തി ഉപയോഗിക്കുക എന്നുള്ളതാണ്. കുട്ടികൾ സുന്നത്ത് ചെയ്യുന്നത് പ്രായപൂർത്തിയായി മതി എന്ന് തീരുമാനിച്ചാലോ നിയമം വന്നാലോ അത് ഇസ്ലാമിക നിയമങ്ങൾക്കെതിരാകും. കുട്ടികളെ സുന്നത്ത് കാര്യം കുട്ടികളുടെ അവകാശത്തിനെതിരാണ് ആത്യന്തികമായി. അതിൻ്റെ ഗുണവും ദോഷം പിന്നെയാണ്. അതുകൊണ്ട് ആരെങ്കിലും അതിന് കേസിന് പോകേണ്ടതും ആ നിയമം ഇല്ലാതാക്കേണ്ടതുണ്ട്. ഒരാൾക്ക് മതം ആചരിക്കാവുന്നതാണ്, അതൊരു വ്യക്തിതലമായ കാര്യമാണ്. പക്ഷേ എൻ്റെ മതവിശ്വാസം, എൻ്റെ ചിന്ത എൻ്റെ കുട്ടിൻ്റെ പേരിൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. എൻ്റെ കൈ പിടിച്ച് നടന്നു വരുന്ന എൻ്റെ കുഞ്ഞ്, അത് രണ്ടാൾക്കും രണ്ടെന്നെയാണ്, രണ്ട് വേറുപെടാൻ പറ്റും. അവൻ വേറെ, ഞാൻ വേറെയാണ്. അവൻ്റെ വ്യക്തിബോധത്തെ ഞാൻ മാനിക്കണം, അവനോടുള്ള കരുതൽ എനിക്ക് വേണം എന്ന് ചിന്തിക്കണം. ഇത് ഞാൻ മുസ്ലിമായ എൻ്റെ കുട്ടി മുസ്ലിമാണ്, ഞാൻ ഹിന്ദുവായ എൻ്റെ കുട്ടി ഹിന്ദുവാകണം. അങ്ങനെ നമ്മൾ പറ്റില്ല. കുടുംബത്തിൽ ഒരു ജനാധിപത്യ ബോധം വേണം. വിശ്വാസിയും അവിശ്വാസിക്കും സ്ഥാനം വേണം. നിങ്ങളെ ചിന്തയും നിങ്ങളെ ചിന്ത അല്ലാത്ത ചിന്തയ്ക്ക് ഒരു ഇടം കൊടുക്കണം എന്നുള്ളതാണ്. കുട്ടികളെ മദ്രസയിൽ അയക്കുന്നതിനെക്കുറിച്ചുള്ള അഭിപ്രായം. കുട്ടികളെ മദ്രസയിൽ പറഞ്ഞേക്കണ്ടേന്ന് വെച്ചാൽ അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യം. മതം പഠിപ്പിക്കാനാണ് പറഞ്ഞേക്കുന്നത്. മതം ചെറുപ്പത്തിൽ പഠിച്ചാൽ ചില ആളുകൾക്ക് അതിൽ നിന്ന് വേറിട്ട് പോരാൻ കഴിയില്ല. അങ്ങനെയൊന്നുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട് കേട്ടോ, നിങ്ങൾക്കൊക്കെ ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഈ അറബിയും മതവും പഠിച്ചിരുന്നെങ്കിൽ മതവിമർശനം ഉൾക്കൊള്ളാൻ എളുപ്പമുണ്ട്. ഇപ്പോൾ ഞാൻ അറബി പഠിച്ചതുകൊണ്ടാണ്, മദ്രസ പഠിച്ചതുകൊണ്ടല്ലേ എനിക്കിത് ഈ അറബി പറഞ്ഞുകൊണ്ട് തന്നെ ഇതിനെ ഗണ്ണിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു ഗുണമുണ്ട്. അത് അവരവരുടെ താല്പര്യത്തിന് വിട്ടേക്കുന്നത് നല്ലത്. പ്രത്യേകിച്ച് ജനാധിപത്യ ബോധമുള്ള കുടുംബത്തിൽ ഞാൻ അവിശ്വാസിയായിരിക്കും, എൻ്റെ ഭാര്യ വിശ്വാസിയായിരിക്കും, രണ്ടാളെ താല്പര്യം പരിഗണിക്കേണ്ടി വരും. യുക്തിഭദ്രമായി ചിന്തിക്കുന്നതിന് പറയുന്ന പേരല്ലേ മതവിമർശനം. മതം ഇല്ലെങ്കിലും യുക്തിചിന്ത വേണ്ടേ? മതം തന്നെ ഇല്ലയെന്ന് വിട്ടുക. നമ്മുടെ രാജ്യത്ത് ഒരു മതം ഉണ്ടായില്ല എന്ന് വിട്ടുക. ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ മതമില്ലാത്ത രാജ്യങ്ങളില്ലേ, അവിടെയും സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ യുക്തിഭദ്രമായി ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ മതവിമർശനം എന്ന് വെച്ചാൽ മതത്തിൻ്റെ നേരെയും അവർ ചിന്തിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ മതവിമർശനം വരും. പക്ഷേ വ്യാഖ്യാനിച്ച് ഇല്ലാതാക്കാനും സാധിക്കും. അത് എന്താണ് പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. സയൻസ് നൽകുന്ന സാങ്കേതികത ഉപയോഗിച്ച് തന്നെ സയൻസിനെതിരെ പ്രചരണം നടത്തുന്ന മതപണ്ഡിതരെ പറ്റി എന്താണ് അഭിപ്രായം? സയൻസ് ആരുടെയും കുത്തകല്ല, അത് യുക്തിവാദികളുടെയും കുത്തകല്ല, മതപണ്ഡിതന്മാരുടെയും കുത്തകല്ല. അതിനൊരു അന്വേഷണം, അതൊരു ചിന്താ പദ്ധതിയാണ്, ഒരു അന്വേഷണ മാർഗമാണ് സയൻസ് എന്ന് പറയുന്നത്. സയൻസിനെ കുറ്റം പറയുന്നവർ ഇപ്പോൾ ഈ പറഞ്ഞമാതിരി ലാപ്ടോപ്പ് ഉപയോഗിച്ച് ക്യാമറയ്ക്ക് മുന്നിലിരുന്ന് മൈക്കിൽ കൂടെ തന്നെയല്ലേ പറയണത്. അപ്പോൾ സയൻസിനെ നമ്മൾ ഉൾക്കൊള്ളുകയും എന്നിട്ട് സയൻസിനെ കുറ്റം പറയുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിൽ അതെന്താ നമ്മൾ ആലോചിച്ചാൽ കിട്ടുമല്ലോ. ആ പറച്ചൽ എന്തിലൂടെയാണ്? നമ്മളെ കയ്യിലുള്ള മൊബൈലിലൂടെയോ മൈക്കിലൂടെയോ ഒക്കെ അല്ലേ. സ്വതന്ത്ര ചിന്ത, യുക്തിചിന്ത, ശാസ്ത്ര മനോവൃത്തി, മാനവികത, അല്ല ഇതൊക്കെ സത്യത്തിൽ സ്വതന്ത്ര ചിന്ത, യുക്തിചിന്ത, ശാസ്ത്ര മനോവൃത്തി, ഇതൊക്കെ ഒന്ന് തന്നെയാണ് സത്യത്തിൽ. ശാസ്ത്രബോധമുള്ള ഒരാൾക്ക് യുക്തിചിന്തകൾക്ക് മാനവികത ഉണ്ടാവും. നമുക്കിപ്പോൾ നോക്കൂ, പണ്ട് ഒരാൾ പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ ഒരു കള്ളം വന്നാൽ നമുക്ക് അടിക്കാൻ വയ്യ. കാരണം എന്താ? അയ്യോ വിശന്നിട്ടാണ് വന്നത്. നമുക്കറിയാണ്ട് ഈ മാനവികത, ശാസ്ത്രബോധം ഉണ്ടായി വന്നാൽ നമ്മളിൽ ജാതീയത ഉണ്ടാവില്ല. കാരണം നമ്മളോടൊക്കെ പരിണാമ ചരിത്രത്തിൽ കറുത്തവനും വെളുത്തവനും ചെറിയവനും കുറിയവനും പല നിറക്കാരനും പല നാട്ടുകാരനും ഒക്കെ നമുക്ക് ഒന്നാണ് തോന്നുന്നത്. നമ്മൾ മാത്രമല്ല മറ്റു ജീവജാലങ്ങളോടുകൂടി നമുക്കൊരു കാരുണ്യമുണ്ടാകും. നമ്മളിപ്പോൾ ഒരു പട്ടിയെ പിന്നെ അടിക്കുമ്പോൾ അയ്യോ അതിനും വേദനിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ മാനവികത വിശ്വമാനവികതയും കൂടി അറിയിക്കുന്നു എന്നുള്ളതാണ്. ഇബ്ലീസ് മലാക്കായിരുന്നു എന്നാണ്. ഇബ്ലീസ് മലക്കുകളെ കൂട്ടത്തിൽപ്പെട്ടതായിട്ടാണ് ഖുർആനിൽ തോന്നുന്നത്. പക്ഷേ വക്കാന മിനൽ ജിൻ എന്ന് ഇബ്ലീസിനെ പറ്റി സൂറത്തുൽ കഹ്ഫിൽ പറയുന്നുണ്ട്.
ഇസ്ലാം മതം ഉണ്ടാകുന്നതിന് മുമ്പ് അറബികളുടെ വിശ്വാസങ്ങളെയും സംസ്കാരവും എന്തായിരുന്നു? കൂടുതൽ സ്വതന്ത്രമായ ജനതയായിരുന്നു. അല്ല, അറബികൾ ആ കാലഘട്ടത്തിൻ്റെ സംസ്കാരം ഉണ്ടായിരുന്നു. നമ്മളൊരു കാലഘട്ടത്തെ ഇപ്പോൾ 21-ാം നൂറ്റാണ്ടിലേക്ക് 6-ാം നൂറ്റാണ്ടിലോ 7-ാം നൂറ്റാണ്ടിലുള്ള ഒരു വിഭാഗത്തെ 21-ാം നൂറ്റാണ്ട് കൊണ്ടുവന്നിട്ട് വിമർശന വിധേയമാക്കുന്നത് ശരിയല്ല. ആ കാലഘട്ടത്തിൻ്റെ പരിമിതിയും ന്യൂനതയും അക്കാലത്തുണ്ട്. ലിറ്റ്മസിൻ്റെ തെളിവുകൾ നഴിക്കട്ടെ എന്ന വാചകത്തെക്കുറിച്ച് 2 വാക്ക് പറയാമോ? അതൊരു നല്ല ചോദ്യം. കാരണം എന്താ വെച്ചാൽ വിഷയം തെളിവുകൾ നഴിക്കട്ടെ എന്ന് പറയുന്നത് മതക്കാർ തെളിവ് നയിക്കട്ടെ. ഇപ്പം നോക്കൂ, മതക്കാർ ഒരു മതവിഭാഗത്തിനുള്ളിലുള്ള സുന്നിയും മുജാഹിദും തമ്മിൽ സംവാദം നിങ്ങൾ കാണുന്നില്ലേ? തെരുവോരങ്ങളിൽ ക്രിസ്തു സഭകൾക്കിടയിലുള്ള 2 സഭകൾ തമ്മിൽ സംവാദം. അവരും തെളിവുകളാണ് ചോദിക്കുന്നത്. ആ തെളിവ് അവരുടെ വേദങ്ങളിൽ മുൻനിർത്തിയുള്ള പറച്ചല്ല. അതിന് ഹുജ്ജത്ത്, ബുർഹാൻ, ദലീൽ എന്നൊക്കെ പറയും. അത് അതിൻ്റെ വേദത്തെ പറ്റിയാണ്. നമ്മളൊന്ന് കോടതിയിൽ തെളിവ് ചോദിക്കും. അടിപിടി കേസ് എന്തിനും കോടതി തെളിവ് വയ്ക്കും. ഇതിൻ്റെക്കാളും അപ്പുറത്തുള്ളതാണ് ശാസ്ത്രാധിഷ്ഠിതമായ നമ്മുടെ തെളിവ് എന്ന് പറയുന്നത്. ശാസ്ത്രത്തിൻ്റെ ഭാഷയിൽ പറയുന്ന തെളിവ്, അതിൻ്റെ ഒരു മാർഗം വ്യത്യാസമാണ്. ഇപ്പം നമുക്ക് നോക്കൂ, പണ്ട് കള്ളനെ പിടിക്കാൻ ഇങ്ങനെ പോലീസ് ചോദിച്ച് ഇന്ന് CC ക്യാമറ മതി, അല്ലെങ്കിൽ അതിങ്ങനെ സാങ്കേതികമായ തെളിവുകൾ, കുറ്റാന്വേഷണത്തിന് ശാസ്ത്രീയമായ തെളിവുകൾ. പിന്നെ മാത്രമല്ല, കുറച്ചും കൂടി ഉയർന്നു പോയാൽ നമ്മുടെ ഇപ്പോൾ തലച്ചോറിനെ കുറിച്ച് പഠിക്കുന്ന ന്യൂറോ സയൻറ്റിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്ന ഉപകരണങ്ങൾ, ഗ്രഹങ്ങളെക്കുറിച്ച് പഠിക്കുന്ന ഉപകരണങ്ങൾ, എന്തെല്ലാമാണ്. ഈ തെളിവുകൾ ഇവിടെ ഫിലോസഫിക്കോ മതക്കാർക്കോ ഉണ്ടാക്കാൻ കഴിയില്ല. തെളിവ് എന്നുള്ള വാക്ക് തന്നെ, പക്ഷെ തെളിവിൻ്റെ ഉപകരണങ്ങൾ നമുക്ക് മാത്രമല്ല എത്രയോ കോടികൾ മുടക്കിയിട്ടാണ് ആ ലാർജ് ഹൈഡ് കൊളേറ്റർ പോലുള്ള ആ ശാസ്ത്രശാഖ ഒക്കെ ഉണ്ടാക്കുന്നത്, മലമുകളിൽ വെക്കുന്നത്. ഇന്ന് കാണുന്നതിൻ്റെ 100 ഇരട്ടിയോ 25 ഇരട്ടിയോ ഒക്കെ കാണാൻ പറ്റുന്ന ഉപകരണങ്ങൾ. നമ്മുടെ കണ്ണട പോലും ഒരു ഉപകരണമാണ് കേട്ടോ, മൊബൈൽ ഒരു ഉപകരണമാണ്. ഇങ്ങനെ ശാസ്ത്രം ഇങ്ങനെ ഇതാണ് തെളിവ് എന്ന് പറയുന്നത്. അപ്പോൾ തെളിവ് നയിക്കട്ടെ എന്ന് പറയുന്ന സയൻസ് ഇവിടെ ലിറ്റ്മസ് മുന്നോട്ട് വെക്കുന്നത് ശാസ്ത്രീയമായ തെളിവുകൾ എന്നതാണ്. എന്തുകൊണ്ട് മതം ഉപേക്ഷിച്ചു? അതൊക്കെ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞില്ലേ. പിന്നെ 5 വർഷമായി കല്യാണം നോക്കുന്നു, ഇതുവരെ നടന്നിട്ടില്ല. കല്യാണം നടക്കാൻ അതൊരു ബ്രോക്കർമാരോട് കണ്ടാൽ മതി, അല്ലാതെ അതിപ്പോൾ നമ്മളോട് പറഞ്ഞിട്ട് എന്താ കാര്യം? പിന്നെ പല ഖുർആനുകൾ ഉണ്ട്, അതോ ഇസ്ലാമിസ്റ്റുകൾ പറയുന്ന പോലെ ഒറ്റ ഖുർആൻ മാത്രമേ ഉള്ളൂ? ഈ ഖുർആൻ പല ഭേദങ്ങൾ പല രാജ്യത്ത്. ഇപ്പം നോക്കൂ, നമ്മുടെ രാജ്യത്തുള്ള വേദങ്ങൾ പലതുണ്ട്. അതെന്തുകൊണ്ട് അങ്ങനെ വന്നു? ഓരോ രാജ്യത്തുള്ള ഭാഷ്യങ്ങൾ വ്യത്യസ്തമായിരിക്കും. അതേമാതിരി അറബ് നാട്ടിലുള്ള ഖുർആൻ ഇറാൻ, ഇറാഖ്, മൊറോക്കോ, അൾജീരിയ തുടങ്ങിയ വിവിധ രാജ്യങ്ങളിലേക്ക് പോയപ്പോൾ അവിടെയുള്ള ഭാഷാ വ്യതിയാനം വരും. അത് അർത്ഥത്തെയും ബാധിക്കുന്നുള്ളൂ. അങ്ങനെ 10 തരം ഖുർആൻ ഉണ്ട് എന്ന് മുസ്ലിങ്ങൾ തന്നെ പറയാറുണ്ട്. ഇസ്ലാമിൻ്റെ ഏകദൈവവിശ്വാസത്തിൻ്റെ ദൈവം ഏകനാവുന്നത് രൂപത്തിലാണോ പേരിലാണോ കഴിവിലാണോ? അല്ല, സംഗതി ഇസ്ലാമിലെ ദൈവസങ്കല്പം എന്നല്ല. ഇപ്പോൾ ഇസ്ലാമിലെ ദൈവത്തിന് ഒരുപാട് പേരുണ്ട്, 99 പേരുണ്ട്, അതല്ലാത്ത പേരും ഉണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ എനിക്ക് അയ്യൂബ് എന്നുള്ളൊരു പേര്, എനിക്ക് നിങ്ങളൊരു 100 പേരിട്ടാൽ എനിക്ക് കത്ത് എഴുതിയപ്പോൾ എങ്ങനെയാണ് വരിക? എനിക്ക് അയ്യൂബുണ്ട്, റഹ്മാനുണ്ട്, റഹീമുണ്ട്, ഖുദ്ദൂസ് ഉണ്ട്, ഇങ്ങനെ 100 പേര് പറഞ്ഞോളി. എന്നിട്ട് നിങ്ങൾ എനിക്ക് കത്ത് എഴുതിയാൽ എനിക്കെങ്ങനെ കത്ത് കിട്ടുക? കുറേ. അപ്പോൾ ഇത് അള്ളാഹ് തന്നെ സങ്കല്പമല്ലേ, അതുകൊണ്ടാണ് ആ പേരുകളും വെക്കുന്നത്. ലിറ്റ്മസ് 19 എല്ലാവിധ ആശംസകൾ. സന്തോഷം. ലിറ്റ്മസിന് നിങ്ങൾ എവിടുന്നാ ചോദിച്ചെന്നറിയില്ല. നമുക്ക് മലപ്പുറം ജില്ലയിൽ നിന്ന് ഞങ്ങളൊരു ബസ് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ ബസ്സിൽ അങ്ങനെ ഒന്നിച്ചൊരു കൂട്ടായിട്ട് വരാൻ തീരുമാനിച്ചാൽ എന്താ ഗുണം വെച്ചാൽ, പരിപാടി 9:30 കൃത്യം തുടങ്ങുമെന്ന് പറയും, 9 മണിക്ക്. അപ്പോൾ നമുക്കൊരു 8-8:30 നമുക്ക് ഇവിടെ എത്തിയാൽ തുടങ്ങുമ്പോൾ തന്നെ പ്രോഗ്രാം തുടങ്ങുമ്പോൾ തന്നെ ആളുണ്ടാവും. മാത്രമല്ല, നമ്മൾ പരിപാടിക്ക് വരുന്നതിൻ്റെ ഉദ്ദേശം തന്നെ ഒരുപാട് ആളുകൾ തമ്മിൽ പരിചയപ്പെടാനും നമ്മുടെ ആശയവിനിമയം നടത്താനും. ഓരോ പ്രഭാഷകർ 20 മിനിറ്റ് പറയുമ്പോൾ അതിൽ വളരെ സൂചനകളെ പറയാൻ കഴിയുള്ളൂ. ആ പറഞ്ഞ കാര്യത്ത് ഒരു അവസാനത്തെ ഒരു പണി കഴിഞ്ഞ ഒരു സംഗതിയല്ല, ഒരു തീർപ്പല്ലത്. അതുകൊണ്ട് നമുക്ക് അവരോട് വീണ്ടും ആശയവിനിമയം ചെയ്യാനൊക്കെ ഉള്ളൊരു വേദിയാണത്. അതുകൊണ്ട് എല്ലാവരും നേരത്തെ വരിക, മാത്രമല്ല അവരവരുടെ ചുറ്റുഭാഗത്തുള്ളവരിലേക്ക് കൊണ്ടുവരിക. നമ്മളെ സംബന്ധിച്ചിടത്തോളം സയൻസ് പ്രചരിപ്പിക്കാൻ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുഭാഗത്തും പല സംഗതി ആളുകളും ശാസ്ത്രബോധമില്ലാതെ
പല ഇടങ്ങേറിലും പെടുകയാണ്. അങ്ങനത്തെ ആളുകളെ ശാസ്ത്രബോധമുള്ള കൂട്ടായ്മയിലേക്ക് കൂട്ടാന്നുള്ളതാണ്. താങ്കളുടെ മതവിമർശനം ജബ്ബാർ മാഷ പോലെ പ്രകോപനപരമല്ല. അല്ല, ജബ്ബാർ മാഷ ശൈലി, അയ്യൂബ് വേറൊരു വ്യക്തിയാണ്, അയ്യൂബിന് അയ്യൂബിൻ്റെതായ ശൈലി. പിന്നെ സംബന്ധിച്ചിടത്തോളം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആരെയും ശത്രുപക്ഷത്ത് നിർത്തി സംസാരിക്കാറില്ല. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ജബ്ബാർ മാഷ അങ്ങനെയാണ് നല്ലതായിട്ട് ഞാൻ പറഞ്ഞു. ജബ്ബാർ മാഷിന് വേറൊരു ശൈലിയാണ്. ജബ്ബാർ മാഷ പ്രസംഗം കൊണ്ട് ഒരുപാട് മാറ്റം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എനിക്കാ കഴിവില്ല. എൻ്റേത് ഇങ്ങനെയാണ്. എനിക്ക് ഞാനാകാനല്ലേ കഴിയൂ. എനിക്ക് ജബ്ബാറാകാൻ കഴിയില്ല, അയ്യൂബിന് ജബ്ബാറാകാനും കഴിയില്ല. രണ്ട് വ്യക്തികളാണ്. പക്ഷെ ഓരോരുത്തർക്കും ഓരോ വിഷയത്തോട് സ്വീകരിക്കുന്ന സമീപനം, യുക്തി ചിന്തക്ക് നമ്മൾ വളരെ ശാസ്ത്രീയമായി യുക്തിഭദ്രമായി പറയുമ്പോൾ ആ പ്രകോപനം കൊള്ളേണ്ടതില്ല എന്നാണ്. ജബ്ബാർ മാഷ പ്രകോപനം കൊള്ളിക്കാറൊന്നുമില്ല, അത് കേൾക്കുന്നവർക്ക് തോന്നിയതായിരിക്കും. അടുത്തത്, ആത്മീയ വഴി ഉപേക്ഷിച്ചു യുക്തിവാദിയായപ്പോൾ താങ്കൾ സംതൃപ്തനാണോ? അല്ല, നമ്മൾ ഞാൻ ഒരു സംതൃപ്തനാണ്. എന്താണെന്ന് വെച്ചാൽ, മറ്റേ നമുക്കൊരു പേടിയാണ്, പഠിച്ചോനെ മരിച്ചുകൊണ്ട് നിസ്കരിച്ചിട്ടില്ലല്ലോ എന്നൊരു ബേജാറാണ്. ആ ബേജാറില്ല എന്നുള്ളതാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം ഞാൻ ചിന്തിക്കണം, നമ്മളെപ്പോലെ എത്രയോ, ഇപ്പോൾ ഞാൻ മുസ്ലിം കുടുംബത്തിൽ ജനിച്ചുകൊണ്ടല്ലേ മുസ്ലിം ആയത്. ഹിന്ദു കുടുംബത്തിൽ ജനിച്ചാൽ ഞാൻ ഹിന്ദു ആവും, ക്രിസ്തീയ കുടുംബത്തിൽ ഞാൻ ക്രിസ്ത്യാനിയാവും, തമിഴ്നാട്ടിൽ ജനിച്ചാൽ തമിഴ്നാട്ടുകാരനാവും, കേരളത്തിൽ ജനിച്ചുകൊണ്ട് ഞാൻ മലയാളിയായി, അറബ് നാട്ടിലെ ജനിച്ചാൽ ഞാൻ അറബിയായിത്തീരും. നമ്മുടെ ജന്മം കൊണ്ടും നമ്മുടെ ദേശം കൊണ്ടൊക്കെ ആയിപ്പോയതല്ലേ എന്നൊരു തിരിച്ചറിവ് വന്നാൽ, ഇതിലൊന്നൊരു കഥല്ല എന്ന് തോന്നിയാൽ തന്നെ ഒരു സന്തോഷം കിട്ടും, ഉറങ്ങിയാൽ ഉറക്കം കിട്ടും. മറ്റേത് ഉറങ്ങുമ്പോഴേക്കും നെട്ടിച്ചാടും, പഠിച്ചോനെ ഞാൻ തേജസ്കരിച്ചിട്ടില്ല, നാളെ അത് ചോദ്യം ചെയ്യുമോ എന്നൊക്കെ ബേജാറുണ്ടാവും എന്ന് തന്നെയാണ്. പിന്നെ സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിന് സഹായകമായ ഒരു നിർദ്ദേശം മുന്നോട്ട് വെക്കാൻ പറഞ്ഞാൽ ഏതു കാര്യത്തിനായിരിക്കും താങ്കൾ മുൻതൂക്കം നൽകുക? സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനത്തിൻ്റെ മുന്നോട്ടുള്ള പോക്ക്, ഇപ്പോൾ ഒരുപാട് ചിന്താ പ്രസ്ഥാനങ്ങളുണ്ട്. ആ പ്രസ്ഥാനങ്ങൾക്കൊക്കെ അതിൻ്റെതായ ഗുണങ്ങളുണ്ട്, ദോഷങ്ങളുണ്ട്. പരമാവധി ദോഷങ്ങൾ പരിഹരിച്ചു പോകുക എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നോക്കൂ, ലിറ്റ്മസിൻ്റെ പരിപാടി, ഇപ്പോൾ എസൻസ് വരുന്നതിൻ്റെ മുൻപ് നമ്മളിവിടെ ഒരു മതസംഘടനയുടെ മീറ്റിംഗ് പോലെ തന്നെയായിരുന്നു നമ്മുടെ മീറ്റിംഗ്. വളരെ ശുഷ്കിച്ചൊരു സദസ്സ്, ശാസ്ത്രീയ രീതിയിലില്ലാത്ത പ്രഭാഷണം, തെരുവോരങ്ങളിൽ നിന്ന് നട്ടപ്പാതിര നേരത്ത് ഒരുപാട് നേരം കൊണ്ട് പ്രഭാഷണം ചെയ്യുക, എന്നിട്ട് അവസാനം കേൾക്കാൻ ആരുണ്ടാവില്ല, പ്രഭാഷകൻ മാത്രം ബാക്കിയാവുക. നിങ്ങൾ നോക്കൂ, അങ്ങനെ യുക്തിവാദ ചരിത്രം കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതൊക്കെ മാറിയത്, നമ്മൾ യുക്തിവാദം പറയും, നമ്മുടെ ജീവിതത്തിൽ യുക്തിവാദം ഉണ്ടാവില്ല. നമ്മൾ സ്വതന്ത്ര ചിന്ത പറഞ്ഞാൽ ശാസ്ത്രീയ പറയാം, നമ്മുടെ ജീവിതത്തിൽ ശാസ്ത്രീയത വേണമെങ്കിൽ നമ്മൾ ഇതുപോലെ ശാസ്ത്രീയമായ രീതികൾ അവലംബിക്കണം നമ്മുടെ പ്രബോധന രംഗത്ത്. മറ്റേത് അങ്ങനെയല്ല, ആദ്യം വന്ന ഒരാളങ്ങോട്ട് പ്രസംഗിക്കും, രണ്ടാമത് വന്ന പ്രസംഗത്തിന് പോലും അയാളെ പോലും കരുതലില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പിന്നെ രണ്ട് ശത്രുത വെച്ച് പുലർത്തേണ്ടതില്ല എന്നുള്ളതാണ്. ഇപ്പോൾ എസൻസ് ഗ്ലോബൽ കാണുന്നത് മറ്റ് സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനങ്ങളോടൊക്കെ ഒരു സമവായത്തിലാണ്. എന്നാൽ പരസ്പരം എല്ലാവരും കൂടി എല്ലാ സംഘടനയോടും ഒന്നിക്കുക എന്നുള്ളതല്ല. വിയോജിപ്പുള്ള മേഖലയിൽ സ്നേഹപരമായി വിയോജിച്ച് നിൽക്കുകയും യോജിപ്പിൻ്റെ മേഖലയിൽ സ്നേഹപരമായി യോജിച്ചും പോവുക. അത് ആശയപരമായി നമ്മൾ ഭിന്നിച്ച് നിൽക്കാം, പക്ഷേ അതിനൊരു സംവാദത്തിന് ഇടമുണ്ടാവണം. നമ്മൾ പരസ്പരം ശത്രുക്കളല്ല. നമ്മൾ മതത്തോട് പോലും മതാത്മകതയോട് പോലും ആശയത്തോടാണ് ശത്രുത, വ്യക്തികളോടില്ല. അപ്പോൾ നമുക്ക് മറ്റു സംഘടനയോടും നമുക്കൊരു ജനാധിപത്യ ബോധമുള്ളത്. ജനാധിപത്യ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. ഇതന്നെയാണ്, ജനാധിപത്യ ബോധമില്ലാത്ത പ്രസ്ഥാനങ്ങൾക്ക് അപകടം തന്നെയാണെന്നാണ് ഞാൻ തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് ലിറ്റ്മസി പ്രാവശ്യം വരുന്ന പ്രഭാഷകരൊക്കെ എസൻസിൻ്റെ ഗ്ലോബലിൻ്റെ ആളുകൾ അറിവുള്ളവരെല്ലാ വേദിയിലും കൊണ്ടുവരുന്നുണ്ട്. അറിവും കഴിവും നോക്കിയിട്ടാണ് എസൻസ് ഗ്ലോബൽ പ്രഭാഷകരെ നിശ്ചയിക്കുന്നതും അവർക്ക് അവസരം കൊടുക്കുന്നതും ആ പ്രഭാഷണത്തെ എല്ലാവരിലേക്ക് എത്തിക്കുന്നതും. ഇതിൽ കുറേ ചോദ്യമാണ് സംഗതിയേ. ആദ്യകാലത്ത് താങ്കൾക്ക് ഖുർആൻ പോലുള്ള ഗ്രന്ഥത്തെ വിമർശിക്കാനുള്ള ധൈര്യം എങ്ങനെ കിട്ടി? വിമർശിക്കാൻ നമുക്ക് എന്തിനേയും വിമർശിക്കുവാനുള്ള ധൈര്യമാണ് ശാസ്ത്രം നൽകുന്നത്, സ്വതന്ത്ര ചിന്ത നൽകുന്നത്. എന്തിനേയും ഏതിനേയും ആരെയും വിമർശിക്കുവാനുള്ള ധൈര്യം. അതുകൊണ്ട് ആ വിമർശന സ്വാതന്ത്ര്യം തിരിച്ചു പിടിക്കുക എന്ന് പറയുന്നത്.
മതത്തിൽ നമുക്ക് ആരെയും വിമർശിക്കാൻ പറ്റില്ല, മതഗ്രന്ഥത്തെ വിമർശിക്കാൻ പറ്റില്ല, മതാചാര്യന്മാരെ വിമർശിക്കാൻ പറ്റില്ല, അവിടെ എന്തിനേറെ പള്ളി കമ്മിറ്റിയെ പോലും വിമർശിക്കാൻ പറ്റില്ല. ഒരു മൊയിലേർ പള്ളി കമ്മിറ്റിക്കെതിരെ പ്രസംഗിച്ചാൽ പിറ്റേന്ന് ആ മൊയിലേരോട് പോകാൻ പറയും. മൊയിലേർ ഞാൻ അടുത്ത ആഴ്ച നിങ്ങൾ വരണം എന്നില്ല എന്ന് പറഞ്ഞിട്ട് പറയും. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നമ്മുടെ സ്വന്തം തന്നെ നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളെ വിമർശന വിധേയമാക്കണം, നമ്മൾ മറ്റുള്ളവരെയും വിമർശനത്തിന് വിധേയമാക്കണം. അങ്ങനെ അങ്ങോട്ട് വിഴുങ്ങലല്ല, നമ്മൾ ചവച്ചണ്ടിറക്കിയാൽ മതി എന്നുള്ളതാണ്. പരിണാമം അംഗീകരിച്ചതായി MM അക്ബർ പറയുന്ന ഒരു വീഡിയോ കണ്ടു. ഇങ്ങനെ വ്യാഖ്യാനിക്കാൻ ഖുർആനിൽ കഴിയുമോ? അല്ല, സംഗതി MM അക്ബറിനെ കൊണ്ട് ആ പറയിപ്പിച്ച സാഹചര്യമാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഈ സ്വതന്ത്ര ചിന്ത പ്രചരിപ്പിക്കുന്നത് MM അക്ബർ എന്നല്ല, അതുപോലുള്ള എല്ലാവരെയും പരിണാമം അതൊരു തത്വമാണ്, അതൊരു തിയറിയാണത്. അതും പരിണാമമില്ലാതെ നമുക്കൊന്നും നടക്കില്ല. നമ്മുടെ ചെറുതും വലുതുമായ എന്തൊരു കാര്യം പറയണമെങ്കിലും ചിന്തിക്കണമെങ്കിൽ പോലും പരിണാമത്തിൻ്റെ ആ തിയറി വെച്ചുകൊണ്ടല്ലാതെ ചിന്തിക്കാൻ കഴിയില്ല. അത് അദ്ദേഹം തിരിച്ചറിയുന്നു എന്ന് മാത്രം. അദ്ദേഹം പറയണത് എന്താണ്? ജീവജാലങ്ങൾ പരിണമിച്ചതാണ്. പരിണമിച്ചെന്ന് പറഞ്ഞാൽ അള്ളാഹ് സൃഷ്ടിച്ചതല്ല എന്നായില്ലേ? അപ്പം തന്നെ ദൈവനിഷേധമായി. പക്ഷെ അങ്ങനെ നമ്മൾ പറയേണ്ടതില്ല, ആ പറഞ്ഞതിനെ സ്വാഗതം ചെയ്യണം. അക്ബർ ആ വിഷയത്തിലെങ്കിലും സ്വതന്ത്ര ചിന്ത, ശാസ്ത്രബോധം സ്വീകരിച്ചതിനെ സ്വാഗതം ചെയ്യണം. നമ്മളതല്ല, നമ്മൾ ഒരാളെ മാറ്റത്തെ ഉൾക്കൊള്ളുന്നവരല്ലേ. അക്ബർ ഇങ്ങോട്ട് മാറിയ അക്ബറായിട്ട് യുക്തിവാദിയായി പോയാൽ പിന്നെ ഞങ്ങൾക്ക് പിന്നെ അവസരം ഉണ്ടാവില്ല എന്ന് കരുതി അക്ബർ മാറരുതെന്ന് പറയലല്ലോ. അക്ബർ മാറട്ടെ, അക്ബർ എന്നല്ല എല്ലാവരും മാറട്ടെ. അങ്ങനെ ശാസ്ത്രത്തിൻ്റെ ഒരു വെളിച്ചം, ഒരു തെളിച്ചം എല്ലാവരിലും ഉണ്ടാകട്ടെ. മുഹമ്മദ് അന്ത്യപ്രവാചകനാണെന്ന അവകാശവാദം ഇനി ആരും ഈ പേരും പറഞ്ഞ് ഒന്ന് തൻ്റെ പ്രാധാന്യം നഷ്ടപ്പെടുത്താതിരിക്കാനുള്ള തന്ത്രമായി കാണണമോ? അല്ല, മുഹമ്മദ് നബിയെ അക്കാലത്തെ ആളുകൾ പ്രവാചകത്വത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട്, അവരക്കാലത്ത് നേരിട്ടിട്ടുണ്ട്. ജബ്ബാർ മാഷിനെ എന്തുകൊണ്ടാണ് ഉൾപ്പെടുത്താത്തത്? ജബ്ബാർ മാഷിൻ്റെ സംഭാവന വലുതാണ്. ജബ്ബാർ മാഷ് ഈ സമൂഹത്തോട് ചെയ്ത സംഭാവന വലുതന്നെയാണ്. പക്ഷേ എസൻസ് ഗ്ലോബൽ അത് വേറൊരു സംഘടനയാണ്. അതിൻ്റെ തീരുമാനങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ ആ സംഘടനയാണ് എടുക്കുക. പക്ഷേ എസൻസിന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം എസൻസ് ഗ്ലോബൽ ഒരാളെയും അന്യമായി കാണുന്നില്ല, കഴിവുള്ളവരൊക്കെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അത് ജബ്ബാർ മാഷ് പിന്നെ എസൻസ് ഗ്ലോബലുമായിട്ട് മുമ്പേ സഹകരിക്കുന്ന ഒരാളായില്ലല്ലോ. അപ്പോൾ സഹകരിക്കാത്ത ഒരാളെ ഇവരെങ്ങനെ ഉൾക്കൊള്ളിക്കാനാണ്? പിന്നെ അതിനെപ്പറ്റി കൃത്യമായിട്ട് എനിക്കറിയില്ല. അദ്ദേഹം ചെയ്ത് ആ സംഭാവന നമ്മൾ വിലമതിക്കുന്നുണ്ട്. ജബ്ബാർ മാഷ പ്രഭാഷണങ്ങൾ കേൾക്കുന്നു, അദ്ദേഹം സംഭാവന വിലമതിക്കുന്നു, ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അതുകൊണ്ട് നമ്മൾ വ്യത്യസ്തമായ സംഘടനകളൊക്കെ കൂടി ഇങ്ങോട്ടുള്ളവരൊക്കെ ഇങ്ങോട്ട് ഉൾക്കൊള്ളിക്കണം, ഇവിടെ ഉള്ളവരൊക്കെ അങ്ങോട്ട് ഉൾക്കൊള്ളിക്കണം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ജബ്ബാർ മാഷ് C രവിചന്ദ്രൻ എന്തെല്ലാം സംഭാവന 2010 മുതൽ ഇതുവരെ ചെയ്തു. അദ്ദേഹത്തിൻ്റെ നാസ്തികനായ ദൈവം എന്ന പുസ്തകം കേരളത്തിലുണ്ടാക്കിയ സ്വതന്ത്ര ചിന്തക്കുണ്ടാക്കിയ നേട്ടം ചെറുതൊന്നുമല്ലല്ലോ. ഇപ്പോൾ 2010 മുൻപുണ്ടായ സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനങ്ങളും അതിന് ശേഷം ഉണ്ടായ പ്രസ്ഥാനങ്ങളും ഇന്നുള്ള എല്ലാ സംഘടനക്കും രവിചന്ദ്രൻ്റെ പ്രസ്ഥാനം വലുതാക്കുന്നതിൽ രവിചന്ദ്രൻ്റെ പങ്ക് വലുത് തന്നെയാണ്. നാസ്തികനായ ദൈവത്തിൻ്റെ ആ പുസ്തകവും അതോടുണ്ടായ ചർച്ചകളും, അതുകൊണ്ട് ചെന്ന് നമുക്ക് രവിചന്ദ്രനും കൂടി ഉൾക്കൊള്ളിക്കാമെന്ന് കരുതിയിട്ട് ഏതെങ്കിലും സംഘടനൻ്റെ പരിപാടിയിലേക്ക് ഉൾക്കൊള്ളിച്ചിട്ട് അങ്ങനെയും കഴിയും. രണ്ട് സംഘടനയുടെ പ്രവർത്തകരാണ്. യോജിക്കാവുന്ന മേലെ അവർ യോജിച്ച് പ്രവർത്തിക്കും, വിയോജിപ്പിൻ്റെ നമ്മൾ സ്നേഹപരമായി വിയോജിച്ച് നിൽക്കട്ടെ. അതല്ലേ ജനാധിപത്യം, സംഘടനയുടെ ജനാധിപത്യം അതല്ലേ. അല്ലാതെ എല്ലാവരും ഇങ്ങോട്ടും കൂട്ടുക, ഇവിടുത്തെ കല്യാണത്തിനൊക്കെ അങ്ങോട്ടും വരിക, അവിടുത്തെ കല്യാണത്തിനൊക്കെ ഇങ്ങോട്ടും വരിക എന്ന് പറയുന്നത് അതൊരു അടവ് നയല്ലേ. ഇസ്ലാമിൽ സൂഫിസം ചെറിയ തരത്തിൽ ദൈവനിരാസമാണോ? അങ്ങനെയുള്ളവരും ഇല്ലാത്തവരും ഉണ്ട്. ലിറ്റ്മസ് പോലൊരു അന്താരാഷ്ട്ര സ്വതന്ത്ര ചിന്താ പരിപാടിയിൽ ഈ രംഗത്ത് സജീവമായിട്ടുള്ള C വിശ്വനാഥൻ, ജബ്ബാർ എന്നിവരെയും കൂടി പങ്കെടുപ്പിക്കണമായിരുന്നു. ചില കാരണങ്ങളിൽ അഭിപ്രായ വ്യത്യാസം നിലനിർത്തിക്കൊണ്ട്. അല്ല, സംഗതി അതൊക്കെ എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും ഉൾക്കൊള്ളിക്കുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കേരളത്തിൽ ഒരുപാട് സ്വതന്ത്ര ചിന്താ പ്രസ്ഥാനങ്ങളുണ്ട്. അവരൊക്കെ വ്യതിരക്തമാകുന്ന ചില മേഖലകളിലുണ്ട്, ആശയപരമായി ഭിന്നതയുണ്ട്. അങ്ങനെ നിന്നുകൊണ്ട് തന്നെ യോജിച്ചു പോകാവുന്ന പലതരങ്ങളുണ്ട്. ഇപ്പോൾ ഫ്രീ തിങ്കേഴ്സ് മീറ്റിന് രവിചന്ദ്രൻ ഫേസ്ബുക്കിലിട്ടത് അത് വിജയിപ്പിക്കണം എന്നാണ് പറഞ്ഞത്.
അപ്പോൾ രവിചന്ദ്രൻ അതിനൊരു വിശാല കാഴ്ചപ്പാടിൽ കാണുന്നുണ്ട്, ഇവരും കാണുന്നുണ്ട്. അത് നമ്മൾ കേൾക്കുന്നവർ മറ്റുള്ളവരാണത് കുഴപ്പമാക്കുന്നത്. ഇന്നലെ നടന്ന വിസ്ഡം ഡയലോഗിനെ പറ്റി എന്താണ് പറയാനുള്ളത്? മുഹമ്മദിൻ്റെ ധാർമ്മികത ഈ കാലഘട്ടത്തിൽ എടുക്കാൻ പറ്റുമോ? ധാർമ്മികതക്കും ശാസ്ത്രീയമായ അടിത്തറ ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞ ഈ കാലത്ത് മതമാണ് ധാർമ്മിക അടിത്തറ എന്ന് വിശ്വസിക്കുന്നവരോട് എന്തു പറയാനാണ്? കാലഹരണപ്പെട്ട മതം മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. നിങ്ങളുടെ ശൈലി വളരെ ഇഷ്ടം. അങ്ങനെ എന്നെ പൊക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് ഞാനായതുകൊണ്ട് പറയാണ്. ന്യൂനപക്ഷ മതവിഭാഗങ്ങളുടെ മതപരമായ പിടിവാശിയിൽ ഒരു ഭൂരിപക്ഷ മത ഏകീകരണത്തിന് കാരണമാകുന്നില്ലേ? മുത്തലാഖ് നിരോധന ബില്ലിനെ CPM എതിർത്തതിനു പിന്നിലുള്ള ചേതോവികാരം എന്തായിരിക്കും? ഇങ്ങനത്തെ കുറേ രാഷ്ട്രീയപരമായ ചോദ്യമാണ്. നമ്മുടെ രാജ്യത്ത് മുത്തലാഖ് ബില്ല് അത് സത്യത്തിൽ ഒരു ഗുണമുള്ളൊരു ബില്ലാണ്. അത് ആര് കൊണ്ടുവന്നാലും സ്വാഗതം ചെയ്യേണ്ട സംഗതിയാണ്. അതിനെ രാഷ്ട്രീയപരമായി നോക്കിക്കണ്ട് എതിർക്കേണ്ടെന്ന് അതോളം നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്കുള്ള ഒരു അപജയം തന്നെ ഇതായിട്ട് എനിക്ക് തോന്നുന്നു. വായിക്കുക എന്ന് ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സെൽഫ് ഗോളായി മാറിയതായി കരുതാമോ? വായിച്ച് അറിവ് നേടുന്ന മനുഷ്യൻ മതത്തിൽ നിന്ന് എളുപ്പം പുറത്തു കടക്കില്ലേ? അത് മതത്തിൽ വായിക്കാൻ പറഞ്ഞ മതപുസ്തകം വായിക്കാനാണ്. മതത്തിൽ പറഞ്ഞ വായന മതപുസ്തകം വായിക്കാനാണ്. അത് തന്നെ വായിക്കുമെന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് നബിൻ്റെ കയ്യിൽ ഒരു കടലാസൊന്നും കൊണ്ടുപോയി കൊടുത്തിട്ടില്ല. കടലാസ് കൊണ്ടുപോയി കൊടുത്തെങ്കിലല്ലേ അതുകൊണ്ടൊരു കാര്യമുള്ളൂ. അതാണ് അതിൽ ഞാൻ കണ്ടൊരു ഇത്. പിന്നെ കിയാമത്ത് നാൾ ആകുമ്പോഴേക്കും മനുഷ്യൻ എല്ലാവരും ധാർമ്മികമായി അധപതിക്കുമോ? മനുഷ്യൻ ഇങ്ങനെ അത് വെറുതെ പറയാം. മനുഷ്യൻ ഇങ്ങനെ മുന്നോട്ട് പോകുന്തോറാണ് നല്ലവനായിത്തീരുന്നത്, പിറകോട്ട് പോകുന്തോറുമാണ് ഇടങ്ങേറുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് നമുക്ക് പത്രങ്ങളും മീഡിയകളൊക്കെ വന്നപ്പോൾ എവിടെയെങ്കിലും ചെറിയ നടക്കുന്ന ഒരു കൊലപാതകം അല്ലെങ്കിൽ മാനഭംഗ കേസൊക്കെ വരുന്നു എന്നേ ഉള്ളൂ. പക്ഷേ മുമ്പ് ഇങ്ങനെ ഒന്നുമില്ലാത്ത സമയത്ത് ഇതിലേറെ നടന്നിരുന്നു. അന്നൊരാളെ കൊല്ലുന്നോടത്തും തല്ലുന്നോടത്തും ഒരു മാനവികതയോ ഒരു കാരുണ്യ മനസ്സോ ഉണ്ടായിരുന്നില്ല. ഇന്ന് അതല്ല. നമുക്ക് വഴിയിലുള്ള ഒരാളൊക്കെ ഒരു ആക്സിഡൻറ്റ് കണ്ടിട്ടിട്ടെറിഞ്ഞ് പോകാൻ കഴിയില്ല. അത് മതമുള്ളവനും ഇല്ലാത്തവനൊക്കെ അവനൊക്കെ അറിയാണ്ടത് തോന്നും, വികാരം പൊട്ടി പുറപ്പെടും. ദൈവത്തെ സൃഷ്ടിച്ചത് മനുഷ്യൻ ആണെന്ന് മതപണ്ഡിതന്മാർക്ക് വരെ അറിയാം. പിന്നെ എന്തിനാണ് അവർ കണ്ണിൽ പൊടി? അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. വയനാട് നിങ്ങളുടെ ഒരു പരിപാടി സംഘടിപ്പിച്ചുകൂടെ? ഇതിൻ്റെ ഒരു പരിപാടിയൊന്നും വേണ്ടതില്ല. അവിടെ നമുക്ക് നല്ല കഴിവുള്ള എത്രയോ ആളുകളുണ്ട്, നമുക്ക് സംഘടിപ്പിക്കാം. പക്ഷേ നമുക്ക് ഈ ലിറ്റ്മസിൻ്റെ പരിപാടി കഴിയട്ടെ, സംഘടിപ്പിക്കാം. MM അക്ബർ സംവാദത്തിൽ നിന്നും ഒളിച്ചോടുന്നുണ്ടോ അതോ താങ്കൾ അവരുടെ ക്ഷണം സ്വീകരിക്കുന്നില്ലേ? വാദപ്രതിവാദനുണ്ടോ അമ്മി കുത്താണ്ടോ എന്ന് ചോദിച്ചെടുക്കുമ്പോൾ ഇങ്ങനെ ഞങ്ങൾ നടക്കാറില്ല. പിന്നെ അതൊരു സാഹചര്യവും സന്ദർഭം ഒത്തു വന്നാൽ നടത്താമെന്നല്ലാതെ വാദപ്രതിവാദം പറഞ്ഞാൽ തോൽപ്പിക്കലല്ല. നമ്മൾ രണ്ട് ആശയങ്ങൾ പരസ്പരം കൈമാറുന്നു, യോജിക്കാവുന്നിടത്ത് പരസ്പരം രണ്ടാക്കും തിരുത്തണം എന്നുള്ള മനോഭാവമുള്ള അവിടുത്തെ ആദ്യമേ ഇന്ത്യത് തെറ്റല്ല, ഇന്ത്യത് മാത്രമേ ശരിയുള്ളൂ, നിങ്ങളതൊക്കെ തെറ്റിയെന്ന് ഒരാൾ ചിന്തിച്ചാൽ അവിടെ സംവാദത്തിനൊന്നും പ്രസക്തി ഇല്ല. പോട്ടെ, കായംകുളത്തൊരു പരിപാടി നടന്നിരുന്നു. അത് അന്ന് താങ്കൾ വന്നില്ല. അയ്യോ, വരാൻ കഴിയാഞ്ഞിട്ടാണ്, സോറി. വരാം. ജബ്ബാർ മാഷിനും രവിചന്ദ്രൻ മാഷിനും സംവാദ വെല്ലുവിളി ഉയർത്തിയ ഷുഐബ് ഹൈത്തമി എന്നൊരു പണ്ഡിതൻ അറബി വാക്കുകൾ കൂടുതൽ ഉപയോഗിക്കുന്നു എന്ന് പ്രശ്നം കാണാം. സംവാദം ഏറ്റെടുക്കാൻ പ്രയാസം നേരിടുന്നു. അല്ല, അദ്ദേഹം ഒരു അറബി പണ്ഡിതനാണ്. അദ്ദേഹം അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അറബി വരുന്നത്. പക്ഷേ രവിചന്ദ്ര സാറ് അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം തയ്യാറായിരിക്കും. അദ്ദേഹം നവാസ് ജാനയുമായിട്ടും മുസ്ലിം പണ്ഡിതന്മാരുമായിട്ട് സംവാദത്തിന് തയ്യാറാണെന്നും അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 60 വയസ്സുള്ള ഒരാൾ 6 വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നതിൽ ശാസ്ത്രീയമായി വരുന്ന കുഴപ്പം എന്താണ്? അയ്യോ, ആ ചോദ്യം തന്നെ ഒരു പ്രശ്നമല്ലേ. നിങ്ങൾ നോക്കും, ശാസ്ത്രീയമായി അവർ വിവാഹം കഴിച്ചാൽ ചിലപ്പം കുട്ടികളുണ്ടായി എന്നൊക്കെ വരും. പക്ഷേ ശാസ്ത്രം എന്ന് പറയുന്നത് എന്താണ്? അല്ല, ഞാൻ ചോദിക്കുക, ശാസ്ത്രം എന്ന് വെറുതെ ഒരു ഡാറ്റ കൈമാറൽ മാത്രമാണ്? നമ്മൾക്ക് നമ്മുടെ നിത്യജീവിതത്തെ സംസ്കരിക്കാൻ കൂടി ഉതകുന്നതല്ലേ ശാസ്ത്രം എന്ന് പറയുന്നത്? അല്ലാതെ അതൊരു കേവലം ഒരു അറിവ് കൈമാറ്റം മാത്രമാണത്.
ഏകീകൃത സിവിൽ കോഡിന് ആരാണ് എതിര്, ആർക്കെതിരാണ്, ആർക്കെങ്കിലും പിന്നെ എതിരാണോ ഏകീകൃത സിവിൽ കോഡ്? ഒരു രാജ്യത്തിന് ഒരു നിയമം എന്നൊക്കെ പറയുമ്പോൾ ആ രാജ്യത്തെ നിയമത്തിന് ആവശ്യമായ സംഗതികൾ ഏകീകൃത സിവിൽ കോഡ് ചർച്ച ചെയ്യേണ്ടുന്ന സംഗതിയാണത്. ഇപ്പോൾ നമ്മുടെ വിഷയത്തിൽ ഇനിയും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സത്യത്തിൽ പിന്നെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രധാനമായും മതസംബന്ധിയായ വിഷയങ്ങൾ ചർച്ച ചെയ്യാനല്ല ഞാൻ ഈ ലൈവിൽ വന്നത്. ലിറ്റ്മസ് 2019 സ്വപ്നനഗരിൽ നടക്കുന്ന കാര്യം നിങ്ങളൊക്കെ അറിഞ്ഞിരിക്കുന്നു. അതിനെ ഒന്നും കൂടി എൻ്റേതായ ഭാഷയിൽ ശൈലിയിൽ ക്ഷണിക്കാനാണ് ഞാൻ വന്നിട്ടുള്ളത്. അത് പിന്നെ ഇപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്വതന്ത്ര ചിന്തക്ക് തന്നെ ഒരു പിന്നെ അഭിമാനത്തിൻ്റെ ഒരു രംഗമാണ്. പിന്നെ ഒരു AC ഹാൾ, എനിക്ക് തോന്നുന്നു അത് ഒരു 10,000 ആളുകൾക്ക് ഇരിക്കുന്ന ഒരു AC ഹാൾ, ഒരു യുക്തിവാദ പരിപാടി ഒരു പക്ഷേ ഇതിന് മുമ്പ് നടന്നിക്കണമെന്നറിയില്ല. നമുക്ക് യുക്തിവാദത്തിന് കേരളത്തിലൊരു 60-70 വർഷത്തെ പാരമ്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ വലിയൊരു ഹാളിൽ യുക്തി ചിന്താ ശാസ്ത്ര പ്രചരണം നടത്താൻ കേരളത്തിൽ അവസരം കിട്ടി എന്നുള്ളതാണ് അതാണ് അതിൻ്റെ ഒരു കാണേണ്ടുന്നൊരു കാര്യം. നമ്മൾ ഇത്രയും കാലം ഒരു വളരെ ശുഷ്കിച്ചൊരു സദസ്സ് ഹാളിൽ, വലിയൊരു ഹാളിൽ 4-3-7 ആൾ, അവിടെ നിന്നൊക്കെ മാറി നമ്മുടെ പരിപാടി കേൾക്കാൻ ഈ വരുന്നവരൊന്നും യുക്തിവാദികളല്ലല്ലോ, അവർക്ക് കൂടി കേൾക്കാൻ അവസരം നമ്മൾ നാട് നീളെ പ്രചരണം ചെയ്യുന്നു. കുട്ടികൾക്ക് ഫ്രീ അവസരങ്ങൾ നൽകുന്നു. അതെന്തിനാണ്? യുക്തിവാദികൾക്ക് മീറ്റിങ്ങിൽ ചെന്നാൽ എപ്പോഴും പിന്നെ പ്രായമുള്ള ആളുകളാണ്. അവർക്ക് അവരെ വീട്ടിലോ കുട്ടികളോടോ പറയാൻ കഴിഞ്ഞിട്ടില്ല, അവരെ നാട്ടിൽ പറയാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണ് പറയാൻ കഴിയാത്തത്? ഞാൻ മാത്രമേ ഉള്ളൂ, വേറെ ആരെങ്കിലും ഉണ്ടോ എന്നറിയില്ല, പുറത്ത് പറഞ്ഞെങ്കിലല്ലേ അത് അറിയുള്ളൂ. ഇങ്ങനെ പലരായി ചിന്തിക്കുന്ന ആളുകളൊക്കെ ഒരു കൊടക്കിയിൽ കൊണ്ടുവരുന്നു. കേവലം ഇതൊരു പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട് ഒരു പരിചയപ്പെടാനും ആളുകളുമായിട്ട് വിനിമയം ചെയ്യാനും അറിവുള്ളവരുമായി കൂടി ഇടപഴകാനും ഒക്കെ. പിന്നെ മാത്രമല്ല, നമ്മൾ ഈ പ്രാവശ്യത്തെ പരിപാടിയിൽ ഒരു ടൂർ വിചാരിച്ചു. എന്താ കാരണം? യുക്തിവാദി മീറ്റുകളുടെ മുമ്പൊക്കെ എന്ന് വെച്ചാൽ നേരം വെളുക്ക് വൈകുന്നേരം വരെ പ്രഭാഷണം, അത് കഴിഞ്ഞാൽ പിരിഞ്ഞു പോവുക. നമ്മുടെ ജീവിതത്തെ പൂരിപ്പിക്കുവാനുള്ള സർഗാത്മകമായ ഇടപെടലുകൾ, സംഗീതം, നൃത്തം, ചിത്രകല, ഇങ്ങനെ തുടങ്ങി എല്ലാ വൈവിധ്യ മേഖലകളിൽ ഉൾച്ചേർത്തുകൊണ്ട് നമ്മൾ ഈ ലിറ്റ്മസ് ഈ പ്രാവശ്യം അവിടെ കുട്ടികൾക്ക് വിനോദമുണ്ട്. കുട്ടികൾ നമ്മളിപ്പോൾ പ്രസംഗ പരിപാടിയിലിരുത്തി സ്റ്റോളിലിരുത്തി കഴിഞ്ഞാൽ അവർക്ക് പ്രസംഗം കേൾക്കാൻ കഴിയില്ല, എഴുത്തുള്ളവർക്കും പ്രയാസം. അവരെ കളിക്കുന്ന കുട്ടികളെ അപ്പോൾ കളിക്കാൻ അവസരം വേണം, സ്ത്രീകൾക്ക് മുല കൊടുക്കാൻ അവസരം വേണം. പിന്നെ അതിങ്ങനെ തുടങ്ങി അവരവരെ വ്യക്തിബോധം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ വ്യക്തിക്കാണ് പ്രാധാന്യം. ഇവിടെ പൗരന്മാരല്ല സംഗതി. പണ്ടത്തെ കാലത്ത് രാജാക്കന്മാരെ പോലെ ഒരു ഏമാനും മറ്റോ പ്രജയൊന്നും അല്ലല്ലോ. ഓരോ വ്യക്തിയും ബഹുമാനിച്ചുകൊണ്ടാണ് ഈ പ്രാവശ്യം ഇങ്ങനത്തെ അത്രയും പൈസ ചിലവാക്കി ഒരു പ്രോഗ്രാം നടത്തുന്നത്. ആ പ്രോഗ്രാമിൽ ഓരോ വ്യക്തിയെയും പരിഗണിക്കുന്നുണ്ട്. അവിടെ നിങ്ങൾക്ക് ഒരാൾക്ക് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണത്തിന് പുറമെ ഒരാൾക്ക് ചായ കുടിക്കണോ ഭക്ഷണം കഴിക്കണോ, അതിന് ആ ഹാളിൽ തന്നെ സൗകര്യമുണ്ട്. നിങ്ങൾക്ക് വേറെ വിനോദത്തിൽ ഈ പ്രസംഗത്തിനപ്പുറത്ത് വേറെ വല്ല സംവിധാനം വേണോ, അതിനവിടെ സൗകര്യമുണ്ട്. ഇങ്ങനെ ഒരു ശാസ്ത്രീയമായ രീതി പ്രഭാഷണം കഴിഞ്ഞ ആളുകളോട് ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് ഒരാൾ പ്രഭാഷണം നടത്തിയാൽ ആ പ്രഭാഷണത്തിൽ നമുക്ക് പിന്നെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, എന്തിനാ ഇത്രയും വലിയ പരിപാടിയിൽ 20 മിനിറ്റ് സമയം കൊടുത്താൽ ആളുകൾക്ക് ഇതൊക്കെ പറയാൻ കഴിയുമെന്നാ? പറയാൻ കഴിയും. ഇപ്പോൾ ഇന്നോട് ഞാൻ ഉറങ്ങി നീച്ച് ഇങ്ങനെ വരിക, ഇന്നോടൊരു ഇസ്ലാമിൻ്റെ കാര്യം ചോദിച്ചാൽ എനിക്ക് ഉറങ്ങിച്ചാലും പറയാൻ കഴിയും. കാരണം ഞാനതിൽ പഠിച്ചു വളർന്ന ഒരാളാണ്, ഞാനത് പഠിക്കുന്ന ഒരാളാണ്. അതേമാതിരി ഇപ്പോൾ വൈശാഖൻ തമ്പിയോട് പിന്നെ ഗോളശാസ്ത്രത്തെക്കുറിച്ചിട്ടൊരു കാര്യം ചോദിച്ചാൽ അയാൾക്ക് ഉറങ്ങി നീച്ച് വന്ന് 5 മിനിറ്റ് കൊണ്ട് പറയാൻ കഴിയും. അങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് പറയാൻ കഴിയുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആ പണ്ഡിതൻ എന്ന് പറയുന്നതിൻ്റെ ഒരു ധർമ്മം തന്നെ. മറ്റത് ഗൂഗിളിൽ നോക്കി കുറേ അറിവ് ഉണ്ടാക്കിയിട്ട് പറഞ്ഞൂടെ? അപ്പോൾ 20 മിനിറ്റ് കൊണ്ടാണ് വലിയ പ്രബന്ധങ്ങളൊക്കെ അവതരിപ്പിക്കുന്നത്. 20-25 മിനിറ്റ് കൊണ്ടാണ് മുന്നിൽ നിൽക്കുന്ന ഓഡിയൻസും അതിന് പാകപ്പെട്ടവരാണ്. നമ്മുടെ ഓഡിയൻസ് നമ്മളങ്ങനെ പാകപ്പെടുത്തിയിട്ടുണ്ട്. ലിറ്റ്മസ് കഴിഞ്ഞല്ലോ അങ്ങനെ ചെയ്തു, പല പ്രോഗ്രാമുകളിലും അങ്ങനെ ചെയ്ത് ഓഡിയൻസിനെ അങ്ങനെ പാകപ്പെടുത്തി കൊണ്ടുവരുന്നു. അപ്പോൾ നമ്മുടെ പരിപാടി മറ്റു സ്വതന്ത്ര ചിന്തയിൽ നിന്ന് വ്യത്യസ്തമാകുന്നത് അതിൻ്റെ സംഘാടനം കൊണ്ടും അതിൻ്റെ ഉള്ളടക്കം, പ്രഭാഷണത്തിൻ്റെ വിഷയത്തിൻ്റെ ഉള്ളടക്കം കൊണ്ടുമൊക്കെ വൈവിധ്യമുള്ളതാണ്. അതിലേക്ക് ഒന്നും കൂടി ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം. പപ്പ, ഇത് നോക്കിയേ, അമേരിക്കയിൽ എവിടെയോ പറക്കുന്തളയെ കണ്ടുന്ന്. നോക്കൂ. കണ്ടെന്ന് പറയുന്നില്ലേ ഉള്ളൂ, തെളിവൊന്നുമില്ലല്ലോ. ഇടോ, തെളിവില്ലാത്ത ഒന്നും വിശ്വസിക്കരുത്. അത് ഏത് മഹാൻ പറഞ്ഞാലും ദിവ്യൻ പറഞ്ഞാലും.
ഇത്തരത്തിലുള്ള എല്ലാ അബദ്ധധാരണകളെയും പൊളിച്ചെടുക്കാൻ നമ്മുടെ കോഴിക്കോട് ഒരു പരിപാടി വരുന്നുണ്ട്. ലിറ്റ്മസ് 2019. ഇതൊരു ചിന്താരീതിയുടെ പരിശീലനമാണ്. തെളിവുകളെ ആധാരമാക്കിയ ചിന്താരീതി. അതാണ് സയൻസിന്റെ സത്യാന്വേഷണ രീതി. അന്താരാഷ്ട്ര ശാസ്ത്ര സ്വതന്ത്ര ചിന്താ സെമിനാർ ഒക്ടോബർ 6 കോഴിക്കോട്. മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യണേ. തെളിവുകൾ നയിക്കട്ടെ. ലെറ്റ് എവിഡൻസ് ലീഡ്.